ആകട്ടെ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മളപ്പോൾ ദൈവഭക്തിയോടുകൂടെ ജീവിക്കുവാനുള്ള 2 കൂട്ടം കാര്യങ്ങളെയാണ് കണ്ടത്. ഒന്ന്, ദൈവവുമായി നമുക്കുള്ള ബന്ധം സുദൃഢമായിരിക്കണം. അതിനായിട്ട് നമ്മൾ ദൈവവചനം നിരന്തരമായി പഠിക്കുന്നവർ കൃത്യമായി സമയം ക്രമീകരിച്ച് തന്നെ അത് ചെയ്യണം. നമ്മൾക്ക് ലഭിക്കുന്ന ചിന്തകൾ നാം എഴുതി വയ്ക്കണം, പങ്കുവയ്ക്കണം. അങ്ങനെ ദൈവസഭയ്ക്കും ദൈവജനത്തിനും അത് പ്രയോജനമായി തീരുവാനിട വരണം. രണ്ടാമത്, നമ്മളുടെ വിശ്വാസം ദൈവജനത്തിന് അനുസരണമായി നമ്മൾ ബലപ്പെടുത്തണം. കേവലം വായിച്ചു വിടുകയല്ല, അത് വിശ്വസിക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യണം. പ്രത്യാശ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നാം വളർത്തണം. അങ്ങനെ പ്രത്യാശയോടുകൂടെ ഒരു ജീവിതം നയിക്കുമ്പോൾ നമ്മൾക്ക് പ്രതിസന്ധികളുടെ മധ്യേ പിടിച്ചു നിൽക്കാൻ സാധിക്കും. പ്രത്യാശയില്ലാത്ത മനുഷ്യരാണ് പ്രതിസന്ധികൾ വരുമ്പോൾ വീണു പോകുന്നത്. പ്രത്യാശയുള്ളവൻ കർത്താവിൽ ബലപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഈ ഒരു ഭാഗം വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. നാലാമത്, നമ്മൾ പ്രാർത്ഥന എന്ന വിഷയത്തിൽ ജാഗരിക്കണം. ഈ ഭാഗങ്ങളൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് നമ്മളോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ അത് ചെയ്യണം. ദൈവഭക്തി 5 പ്രതലങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ്. ഒന്നാമത് അത് വ്യക്തിപരമാണ്. വ്യക്തിപരമായിട്ട് നമ്മൾ ദൈവഭക്തി ആചരിക്കുന്നവനാണെങ്കിൽ അത് രണ്ടാമത് കടന്നു വരാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിലേക്കാണ്. കുടുംബത്തിൽ നമ്മളുടെ പ്രാർത്ഥന സ്ഥിരമായിരിക്കും. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുകയാ. നിങ്ങൾ കുടുംബമായി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണോ? 2 നേരമെങ്കിലും പ്രാർത്ഥിക്കണം നമ്മൾ, രാവിലെയും വൈകിട്ടും. നിങ്ങൾ വചനം ധ്യാനിക്കാറുണ്ടോ? അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, ദൈവവചനം പലപ്പോഴും പാരായണം ചെയ്യലാണ്. ഞാൻ പറയാം, ബൈബിൾ പാരായണം ചെയ്യാനുള്ള ഒരു സംഭവമല്ല, അത് പഠിക്കാനുള്ള ഗ്രന്ഥമാണ്. ദൈവവചനം പഠിക്കണം നമ്മൾ കുടുംബമായിട്ടിരുന്ന്. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. ഞാൻ മിനിസ്റ്റർ ചെയ്യുന്ന 90% മെസ്സേജസ് കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ കിട്ടുന്നതാണ്. പറഞ്ഞു മനസ്സിലായോ? ദൈവം എനിക്ക് നൽകുന്ന ചിന്തകളെ വിപുലമാക്കുന്നത് കുടുംബത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴാണ്. ദൈവം അത് ചെയ്യും. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാണ്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, അത് ഹെർമോൻ കുന്നിന്മേലൊക്കെ മഞ്ഞ് പെയ്യുന്ന പോലെയാ. ദൈവത്തിന്റെ പ്രസാദം അവിടെ ഉണ്ടായിരിക്കും. നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കണം. ഇക്കാര്യത്തിൽ ഞാൻ പുരുഷന്മാരെ ചലഞ്ച് ചെയ്യാണ്. ദൈവവചനം പഠിപ്പിക്കുവാൻ ദൈവവചനം കൽപ്പിച്ചിരിക്കുന്നത് അപ്പന്മാരോടാണ്. മക്കളെ ഭക്തിയിൽ വളർത്തുവാൻ അപ്പന്മാർക്കാണ് കൽപ്പന കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ആദ്യമേ അപ്പൻ വചനം പഠിക്കണം. ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു പ്രായോഗിക വശം, അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു തരുന്നത്. ഞാൻ നാളെ എൻ്റെ കുടുംബവുമായി പങ്കുവെക്കാനുള്ളത് ഇന്ന് എൻ്റെ വ്യക്തിപരമായ പഠനമാണ്. മനസ്സിലായോ? എൻ്റെ ക്വയറ്റ് ടൈം നാളെ ഞാൻ കുടുംബവുമായിട്ട് പങ്കുവെക്കാനുള്ളതായിരിക്കും. അതിൻ്റെ അർത്ഥം എനിക്ക് നാളെ ഞാൻ പ്രിപ്പയർഡ് ആയിട്ടാണ് നാളെ പോകുന്നത്. അപ്പോൾ ഇതിന്മേൽ കൂടുതൽ ദൈവത്തിന്റെ അനുഗ്രഹം ദൈവം ചൊരിയും. അങ്ങനെയാണ് അത് വികസിപ്പിക്കുന്നത്. ഈ ഒരു പാറ്റേൺ ഞാൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് സമൃദ്ധിയായിട്ട് വചനം കൊടുക്കാൻ ഇടയാകാറുണ്ട്. രാവിലെ ഞങ്ങൾ ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും ഇരിക്കും. വീക്ക് ഡേയ്സ് ആണെങ്കിൽ 45 മിനിറ്റൊക്കെ ഇരിക്കും, വചനം പഠിപ്പിക്കും. ഞാനൊരു കാര്യം പറയാം, എന്നോട് വിഷമമൊന്നും തോന്നരുത്. നമ്മൾ പൊതുവെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കേണ്ടത് ദൈവസഭയാണെന്നാ. ഞാൻ പറയാം, കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കേണ്ടത് ദൈവസഭയല്ല. ദൈവസഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. രക്ഷിക്കപ്പെടുന്നത് വരെ ആ ഉത്തരവാദിത്വം ഇരിക്കുന്നത് അമ്മയപ്പന്മാരുടെ കൈകളിലാണ്. സഭയെ ഇക്കാര്യത്തിൽ ശരിക്ക് പറഞ്ഞാൽ മെനക്കെടുത്തരുത്. സഭ വിശ്വസിച്ചവരുടെ കൂട്ടമാണ്. അന്ന് മുതൽ അവരെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമേ ദൈവസഭയ്ക്ക് ശരിക്കും ഉള്ളൂ. പക്ഷേ ദൈവസഭകൾ പാലിന്റെ മേൽ പാട കിടക്കുന്ന പോലെ ഇങ്ങനൊരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ഇളതരമായിട്ട് എടുക്കരുത്. മക്കൾ രക്ഷിക്കപ്പെടാതെ നശിച്ചു പോകുന്നെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മാതാപിതാക്കന്മാർക്കാണ്. സഭയെ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇത് അമ്മയപ്പന്മാര് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഇന്ന് വളരെ പച്ചയായിട്ടും ഉറക്കെയും പറഞ്ഞു തരിക, ഇതുവരെ ക്രമമായി നിങ്ങളുടെ മക്കളെ വചനം പഠിപ്പിക്കുവാൻ നിങ്ങൾ ശക്തരല്ലെങ്കിൽ ഇന്ന് മുതൽ അത് ആരംഭിക്കണം. നിങ്ങൾ ഭക്തന്മാരാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ അത് ആദ്യമേ കാണിക്കണം. ഇതിന് കൃപാവരങ്ങൾ നമുക്കുണ്ട്. ഇതിനെങ്ങും പോകേണ്ട ആവശ്യം ഇല്ല. നമ്മൾക്ക് സമയമാണ് വേണ്ടത്, മനസ്സും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അവരെ ഭക്തിയിൽ വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതെന്താ? ഭക്തനെ ദൈവം നോക്കിക്കോളും. അവന്റെ ആവശ്യങ്ങളെ നടത്തേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ്. എന്നാൽ ഭക്തിയില്ലാത്ത മക്കൾ കുടുംബത്തിനും അവർ കൂടി വരുന്ന സഭയ്ക്കും സമൂഹത്തിനും ഒരുപോലെ ഒരു ദോഷമാണ്. ഇത് മനസ്സിലാക്കണം. കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥനയും വചനധ്യാനവും ഒക്കെ ഉള്ളവരായിരിക്കണം. വിശ്വാസം അവരുടെ വർദ്ധിപ്പിക്കണം. എങ്ങനെ? പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുന്നത് കണ്ടിട്ട് വേണം അവർ പഠിക്കാൻ. പറഞ്ഞു മനസ്സിലായോ? നിങ്ങളുടെ പ്രത്യാശ അവരിലേക്ക് പകർന്നു കൊടുക്കണം. ഇങ്ങനെയാണ് കുടുംബം വർദ്ധിക്കേണ്ടത്. വ്യക്തിയിൽ തുടങ്ങുന്ന ദൈവഭക്തി കുടുംബത്തിലേക്ക് അത് പരക്കാൻ ഇടയാകണം. ഇനി സഭ എന്താണ്? കുടുംബങ്ങളുടെ ഒരു കൂട്ടമാണ്, അല്ലേ? വ്യക്തി ശരിയായാൽ കുടുംബം ശരിയാവും, കുടുംബങ്ങൾ ശരിയായാൽ സഭ ശരിയാവും. പിന്നെ അനുസരണക്കേടിന്റെ വിഷയമൊന്നുമില്ല. എല്ലാവരും ദൈവസഭയെ കടന്നു വരുന്ന അനുസരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാ. ഭക്തന്മാരായിട്ടായിരിക്കും ദൈവസഭയിലെ അംഗങ്ങൾ പിന്നീട് ഇടപെടാനായിട്ട് പോകുന്നത്. ദൈവസഭയിലും ദൈവവചന പഠനം, പ്രാർത്ഥന, ഈ കാര്യങ്ങളെ ഉപേക്ഷയായി കരുതരുത്. ഞാനൊരു സത്യം പറയാം. നമ്മളുടെ ഇടയിൽ എങ്ങനെയോ തെറ്റായ ഒരു ചിന്താഗതി കടന്നു വന്നിട്ടുണ്ട്. ഞായറാഴ്ച അപ്പം നുറുക്കുന്നത് മാത്രമാണ് സഭായോഗം, ബാക്കിയൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഞായറാഴ്ച മാത്രം കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുകയും മറ്റുള്ള ദിവസമൊക്കെ നിങ്ങളുടെ ചെലവിൽ കഴിയുകയും ചെയ്യണമെന്ന് ദൈവം അങ്ങ് തീരുമാനിച്ചിരുന്നെങ്കിൽ എന്താകുമായിരിക്കും നിങ്ങളുടെ സ്ഥിതി? അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? ഞായറാഴ്ച മാത്രം ഞാൻ ഭക്തനാണേ, ബാക്കിയുള്ള ദിവസമൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ. ഇങ്ങനെയാണ് കർത്താവും കരുതുന്നതെങ്കിൽ ഞാൻ പറയാം, നിങ്ങളൊക്കെ കുത്തുപാള എടുക്കാൻ അധികം സമയം വേണ്ടി വരില്ല. കർത്താവ് വിശ്വസ്തനാണെന്ന് കൊണ്ടുകൊണ്ട് അവനെ പരീക്ഷിക്കരുത്. നിങ്ങളെ കർത്താവ് വീണ്ടെടുത്തപ്പോൾ വീണ്ടെടുപ്പ് ഒരു ദിവസത്തേക്കല്ല, നിങ്ങളെയാണ് വീണ്ടെടുത്തത്. നിങ്ങൾ അവന്റെ അവകാശമാണ്. അവൻ നിങ്ങളുടെ കർത്താവും ആണ്. 1 മണിക്കൂറല്ല, 3 മണിക്കൂറല്ല, ആയുസ് മുഴുവനും. അതുകൊണ്ട് ദൈവവചന പഠനം എന്ന വിഷയം സീരിയസ് ആയിട്ട് തന്നെ സഭയായിട്ട് എടുക്കണം. ദൈവസഭയെ കുറിച്ച് 4 കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. അത് ദൈവസഭയിൽ നടക്കേണ്ട കാര്യമാണ്. ദൈവസഭയിലാണ് ദൈവത്തിന്റെ കൃപാവരങ്ങളുള്ള ടീച്ചേഴ്സിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ അഭ്യസനം പ്രാപിക്കേണ്ടത്. ദൈവസഭയാണ് അതിനുള്ള ഉറവിടം. 2, അവർ പ്രാർത്ഥന കഴിച്ചു, അപ്പം നുറുക്കി, കൂട്ടായ്മ ആചരിച്ചു. ഈ കൂട്ടായ്മ ഏത് സന്ദർഭങ്ങളിലും നമുക്ക് ചെയ്യാം. പക്ഷേ പ്രാർത്ഥന ദൈവസഭയിൽ ഉണ്ടായിരിക്കണം. ഞാൻ പറയാം, അനേക സഭകളിൽ വചനം പഠിപ്പിക്കാൻ ഞാൻ കടന്നു പോകാറുണ്ട്. ദുഃഖകരമാണ്. സഭയുടെ 10%, ഏറിയാൽ 15% ആളുകളെ കാണൂ. ബാക്കിയുള്ളവർക്ക് അതൊരു വിഷയമേ അല്ല. ചിലരൊക്കെ ദൂരെ നിന്ന് വരുന്നവരാണ്. ഒരുപക്ഷെ രാത്രി വരാൻ പറ്റില്ലായിരിക്കാം, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നല്ല ഒരു പങ്കും ചുറ്റുവട്ടത്ത് കിടക്കുന്നവർ വരെ വരില്ല. അതെന്താ? ഞായറാഴ്ചയാണ് ദിവസം. എന്റെ പ്രിയമുള്ളവരെ, ഈ വ്യാജമൊക്കെ പോക്കറ്റിലിട്ടേക്ക്. കർത്താവ് നിന്നോട് കാര്യം ചോദിക്കുന്ന നാളിൽ നിന്റെ കൈ ബലത്തോടെ ഇരിക്കയില്ല. അത് നീ മനസ്സിലാക്കണം. ദൈവത്തെ ഇങ്ങനെ ചതിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം ദൈവത്തെ ആർക്കും പരീക്ഷിച്ചുകൂടാ. ദൈവത്തെ പരീക്ഷിക്കുന്നവനെ ആവശ്യനാളിൽ ദൈവവും പരീക്ഷിക്കും. എന്താ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തെ? നീ അവനെ മാനിക്കേ, ദൈവം നിന്നെയും മാനിക്കും. അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ? എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഇറ്റ്സ് എ ഫെയർ ഡീൽ. ദൈവത്തെ മാനിക്കേ, ദൈവം നിന്നെയും മാനിക്കും.
ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്ക്, ദൈവം നിനക്ക് ഒന്നാം സ്ഥാനം തരും. നീ ദൈവത്തിന്റെ ഭക്തനായി തീര്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ആദ്യ ഉത്തരം കിട്ടും. ഇറ്റ് ഈസ് എ ഫെയർ ഡീൽ. ഞാൻ പറയാം, ദൈവസഭകളിൽ ഉദാസീനതയോടുകൂടെ കടന്നു വന്ന് സൗകര്യമുള്ളപ്പോൾ മാത്രം കർത്താവിനെ സേവിക്കുന്നത് കർത്തൃത്വത്തോട് കാണിക്കുന്ന പുച്ഛമാണ്. നീ യേശു എന്റെ യജമാനനാണെന്ന് പറയുകയും ദൈവസഭയിൽ കടന്നു വരുന്ന കാര്യത്തിൽ നീ വിമുഖതയും കാണിക്കുമ്പോൾ എന്ത് കർത്തൃത്വമാണ് നിന്നിലുള്ളത്? ഇത് പാടില്ല. ഈ വഞ്ചന നിർത്തണം. ദൈവത്തിന്റെ ഭക്തന്മാരായി തീരണം. സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ഭക്തൻ നിന്റെ പ്രാകാരത്തെ ഞാൻ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. അതാ ഭക്തൻ. അവിടേക്ക് കഴുത്തി പിടിച്ചൊന്നും കൊണ്ടുവരണ്ട. അത് അവന്റെ വാഞ്ചയാണ്, അത് അവന്റെ മോഹമാണ്. ദാവീദ് പറഞ്ഞു, ഞാൻ എന്നോട് കൂടെ നീ എന്താണ് നമുക്ക് ദേവാലയത്തിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ സന്തോഷിച്ചു. അതാ ഭക്തൻ. പറഞ്ഞു മനസ്സിലായോ? ഭക്തന്മാർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ഹൃദ്യമാണ്. അതാണ് അവന്റെ ആഗ്രഹം, അതാണ് അവന്റെ വാഞ്ച. അതിനുവേണ്ടി അവൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളായി തീരണം. ബട്ട് ഫസ്റ്റ് നമ്മളെ തന്നെ ഫിക്സ് ചെയ്യണം. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് നമ്മളെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് എവിടേക്ക് പറക്കും? കുടുംബത്തിലേക്ക് പറക്കും. കുടുംബത്തിലേക്ക് പറന്നു കഴിയുമ്പോൾ സഭയിലേക്ക് പറക്കും. അതെന്താ? ഇല്ലെങ്കിൽ പിള്ളേര് ചോദിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ലേ? നമ്മൾ എന്ത് ഉത്തരം പറയാ? ഭക്തന് പിന്നെ വേറെ ഉത്തരവൊന്നുമില്ല അവിടെ. അവൻ എന്ത് ചെയ്യേണ്ടി വരും? പ്രാർത്ഥനയ്ക്ക് പോകും. നമ്മുടെ സഭകൾ ശോഷിച്ചു വരുന്നതിന്റെ കാരണം നമ്മളുടെ ആത്മാർത്ഥതയില്ലായ്മയാണ്. ഞാൻ ഈ കൂട്ടത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ പറയാം, അനേക സഭകൾ കാണുമ്പോൾ ദുഃഖം തോന്നും. ദുഃഖം തോന്നും ശരിക്കും മനസ്സിൽ. അത്രയ്ക്കുള്ള വിലയെ അവർക്ക് കർത്താവിനോടുള്ളൂ. അത്രയ്ക്കുള്ള ബഹുമാനമേ യജമാനനോടുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ പറയാം, കാര്യമായിട്ട് ആരും സ്വർഗത്തിലേക്ക് പോവുകയില്ല. കാരണം ഇവിടെ ഇട്ടിട്ട് പോകും. പക്ഷെ മാറ്റാൻ സമയമായി, കാലം അടുത്തു, സമീപിച്ചിരിക്കുന്നു. കർത്താവിന്റെ വരവ്, ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് മാറ്റാം. അപ്പൊ ഈ 4 കാര്യങ്ങൾ ദൈവസഭയിലും വ്യക്തി ജീവിതങ്ങളിലും നമ്മൾ ഉണ്ടാക്കണം. കുടുംബത്തിലേക്ക് അത് കടന്നു വരണം. പല ഭവനങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ അതൊക്കെ മാറി തുടങ്ങി കേട്ടോ. പണ്ട് ഭക്ഷണത്തിന് വരെ സ്തോത്രം ചെയ്യാൻ അറിയാത്ത ആളുകൾ ഉണ്ടായിരുന്നു. അതെന്താ കാരണം? അപ്പന്മാർ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണേ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇതൊന്നും ട്രെയിൻ ചെയ്യില്ല. എപ്പോഴും ഒരാൾ തന്നെ. അങ്ങനെയാണോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. ഇറ്റ് ഈസ് ബൈബിൾ സ്കൂളല്ല അതിനുള്ള വേദി. വചനം പഠിക്കുന്ന വീട്ടിലാ. ദൈവസഭ ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടീച്ചിങ്സ് തരും. പക്ഷെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ വീട്ടിലിരുത്തി വചനം പഠിപ്പിക്കണം. നമ്മളുടെ ഈ സിസ്റ്റമൊക്കെ മാറേണ്ടതാ കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മളുടെ ഇടയിൽ ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങൾ? ആരോഗ്യം എന്ന് പറയുന്നത് ഇതല്ല. ഇപ്പൊക്കെ ജിമ്മിലാണ് പോണൊക്കെ ആരോഗ്യ. പക്ഷെ ആത്മീയമായിട്ട് ശിശുക്കളാ പലപ്പോഴും. ദ റീസൺ ഈസ് വേണ്ട പോലെ പോഷകം കിട്ടിയിട്ടില്ല. ഇതൊന്ന് മാറ്റണം. നമ്മളെ തന്നെ ആദ്യം ഒന്ന് ഫിക്സ് ചെയ്യുക. ജീവിതം ഒന്ന് ക്രമപ്പെടുത്തുക. കുടുംബത്തിലേക്ക് കടന്നു വരിക. സമയത്തിന് പ്രാർത്ഥന, വചനധ്യാനം കൃത്യമായിട്ട് നടക്കട്ടെ. സഭയിലേക്ക് കടന്നു വരിക. ഞാൻ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടിലിരുന്ന് വചനം പഠിക്കുന്നവൻ, കുടുംബത്തിൽ പങ്കുവെക്കുന്നവൻ, സഭയിൽ വരുമ്പോൾ അവന്റെ സമ്പാദ്യം ഇഷ്ടം പോലെ ഉണ്ടാവും കൊടുക്കാൻ. ആരും അവിടെ ഇവിടെ അമാന്തിച്ചിരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ കേട്ടത് തന്നെ പിന്നെയും കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പുതുവീഞ്ഞ് തന്നെ ദൈവം തരും. ഈ മാറ്റവും നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ദൈവസ്നേഹം, അതുപോലെ സേവനം. ഔദാര്യം എന്നുള്ള വിഷയം ഞാൻ പഠിപ്പിച്ചില്ല. സ്നേഹത്തിന്റെ മറ്റൊരു ലെവലാണ് ഔദാര്യം. ഇതൊക്കെ കുടുംബത്തിലും നമ്മൾ കാണിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ, ഒന്നുകൂടെ പറഞ്ഞേ, തന്നെത്താൻ സ്നേഹിക്കുന്നു. പലപ്പോഴും ഭാര്യമാരോട് വളരെ കോപവും തോന്നിയ പോലെയൊക്കെ ഞാൻ പറയാം, ഇങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ സ്നേഹമായിരിക്കണം നമ്മളുടെ ഭവനങ്ങളിൽ ആചരിക്കേണ്ടത്. ദൈവസ്നേഹം തന്നെ ആയിരിക്കണം ആചരിക്കേണ്ടത്.
ദൈവം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മധ്യ സാക്ഷിയായിട്ടുണ്ടെന്ന് മറക്കരുത്. മലാഖിയുടെ പ്രവചന പുസ്തകത്തിൽ എഴുതിയേക്കണ കാര്യം ഞാൻ ഈ വായിച്ചത്. നിനക്കും നിന്റെ ഭാര്യയ്ക്കും മധ്യ അവൻ സാക്ഷിയായിരുന്നത് കൊണ്ട്. കാരണം ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ ശ്രമിച്ചതാണ് അവിടുത്തെ കുറ്റം. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മധ്യ മൂന്നാമതൊരാളുണ്ട് എപ്പോഴും. അത് ദൈവമാണ്. ബഹുമാനത്തോടു കൂടെ സംസാരിക്കണം. അങ്ങനെ തന്നെയാണ് ബൈബിളിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ഭാര്യയോട് സ്ത്രീജനം ബലഹീന പാത്രമെന്നും ജീവന്റെ കൃപയ്ക്ക് കൂട്ടവാശികളെന്നും ഓർത്തവർക്ക് ബഹുമാനം കൊടുപ്പിൻ. ബഹുമാനം കൊടുക്കണം. ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് താത്തി കിട്ടുന്ന പരിപാടിയൊന്നും പറ്റുകയില്ല. സ്നേഹം, ഞാൻ പറയാം എന്താ എന്റെ വലിയ കുഴപ്പമെന്നറിയോ? നിന്റെ മക്കൾ ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. അനേക കുടുംബങ്ങൾ അവരുടെ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ശരിയായ സ്നേഹത്തിൽ ജീവിക്കാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾ വഴി തെറ്റിപ്പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അനേക കുഞ്ഞുങ്ങളെ, തെറ്റിപ്പോകുന്ന വിശ്വാസമില്ലാത്ത കുഞ്ഞുങ്ങളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നം ആരംഭിച്ചത് ഭവനത്തിൽ നിന്നാണ്. അപ്പനും അമ്മയും തമ്മിൽ നല്ല ചേർച്ചയില്ല. ഇവരാണ് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ഈ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ട. അവരുടെ ആറ്റിറ്റ്യൂഡാണത്. നമ്മളായിട്ട് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഇടർച്ച വെക്കരുത്. കർത്താവ് എന്താ പറഞ്ഞേ? ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ച വെക്കുന്നതിനേക്കാൾ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ ചാടിക്കളയുന്നത് നന്ന്. പേടിയില്ലേ ഈ വാക്യം വായിച്ചിട്ട്? നമുക്കങ്ങനെ പേടിയൊന്നുമില്ല. വചനമൊക്കെ നമ്മുടെ കയ്യിലല്ലേ. എൻ്റെ പ്രിയമുള്ളവരെ, പേടിക്കണം. കർത്താവ് വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞേ. കുഞ്ഞുങ്ങളെ കുറിച്ച് തന്നെയാ പറഞ്ഞത്. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവെന്ന് പറഞ്ഞ സമയത്താണ് അത് പറഞ്ഞത്. രണ്ടർത്ഥമുണ്ട് അതിന്. ആത്മീയ അർത്ഥമുണ്ട്, അല്ലാത്ത അർത്ഥമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇടർച്ച വെക്കരുത് നമ്മുടെ പ്രവൃത്തികളാൽ. ഞാൻ അത് പറയുമ്പോൾ ഇത് ഇങ്ങനെ കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾ പല തെറ്റിദ്ധാരണകളുള്ളവരാ. വളരെ ക്ഷമയോടുകൂടെ ഇടപെടേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ ദൈവത്തിന്റെ മക്കൾ കുടുംബത്തിൽ പ്രാക്ടീസ് ചെയ്യണം. കുടുംബമാണ് കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യുന്ന സ്ഥലം. ദൈവസ്നേഹം അവിടെ ഉണ്ടായിരിക്കണം. ഔദാര്യം കാണിക്കുവാൻ അവരെ പഠിപ്പിക്കണം. സേവനം ചെയ്യുവാൻ അവരെ പഠിപ്പിക്കണം. ആ പഴയ ആ സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഭാര്യ എപ്പോഴും പാത്രം കഴുകിയിരുന്നാൽ മതി. ഇതൊക്കെ മാറ്റണം. സ്നേഹം ഉണ്ടെങ്കിൽ സേവനവും ഉണ്ടാവും. ഭാര്യയെ സഹായിക്കുന്നത് ഒരു പോരായികയൊന്നും അല്ല, അത് നല്ല കാര്യമാണ്. ആരും തൻ്റെ ശരീരത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. അവൾ വേദനിക്കുമ്പോൾ ഞാനും വേദനിക്കണം. അവൾ കഷ്ടപ്പെടുമ്പോൾ ഞാനും കഷ്ടപ്പെടണം. അതാണ് യഥാർത്ഥ സ്നേഹം. നമുക്ക് കർത്താവ് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ കൂടെ വരണം എന്നൊക്കെ വലിയ ആഗ്രഹമാണ്. ഭാര്യ കഷ്ടപ്പെടുമ്പോൾ ഭർത്താവിന് പോകാൻ ഇഷ്ടമില്ല. ഇനി തിരിച്ചും സഭ കർത്താവിന് കീഴടങ്ങിയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഭാര്യ ഭർത്താക്കന്മാർക്കും കീഴടങ്ങിയിരിക്കണം. പലപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായി തീരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും താഴാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറയാം, ഭർത്താവ് ഇപ്പൊ കഠിനമായൊരു വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഭാര്യ ഒരു അല്പം ഹാർഡായിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞു എന്ന് വെച്ചിട്ട് മുഖമൊന്നും വീർപ്പിക്കണ്ട. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു വലിയ വിഷയം അല്ല. എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളൊരു വാക്ക് പറഞ്ഞു എന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം? ഞാൻ പിന്നെയും സ്നേഹിക്കും. അതല്ലേ എൻ്റെ ശരി? ഭർത്താവും തിരിച്ചും അങ്ങനെ തന്നെയല്ലേ? സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അങ്ങനെയാണ് ആയിരിക്കേണ്ടത്. കുടുംബത്തിൽ ദൈവസ്നേഹം ഉണ്ടായിരിക്കണം. ഈ രണ്ട് ഭാഗം നമ്മൾ സെറ്റ് ചെയ്യണം. കുടുംബത്തിൽ ശരിയാണെങ്കിൽ സഭയിലും ദൈവസ്നേഹം ഉണ്ടായിരിക്കും. ദൈവസഭകളിൽ സ്നേഹമില്ലാത്തത് കൊണ്ട് കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായിട്ട് പലപ്പോഴും വിശ്വാസികൾ എന്ന് പേർ പറയുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, ലജ്ജയ്ക്കായിട്ട് പറയട്ടെ, കടിച്ചു കീറണമെങ്കിൽ പോയി വല്ല തേങ്ങ കടിക്കണം, വിശ്വാസികളെ അല്ല. അതെന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ വിവരം അറിയാം. ദൈവമക്കളെ അല്ല കടിക്കേണ്ടത്. ദൈവമക്കൾ സ്നേഹിക്കപ്പെടേണ്ടവരാണ്. അത് ദൈവസഭയുടെ അംഗങ്ങളാണ്. നമ്മൾ ദൈവസഭയെ കിടന്ന് പണിയരുത്. ദൈവസഭയെ പണിതിട്ട്, ഞാൻ പണിയാന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലായല്ലോ, വേല വെക്കല്. ഒരുത്തനും ഗുണം പിടിക്കില്ല കേട്ടോ. പച്ചയായ പരമാർത്ഥമാണ് ഞാൻ പറയുന്നത്. കണ്ടിട്ടുണ്ട് ധാരാളം. പണി കൊടുത്തിട്ട് പണി കിട്ടിയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നടന്നു പോയവർ കിടന്നു വരുന്നതും കണ്ടിട്ടുണ്ട്. പണി കൊടുത്തിട്ടാ. കർത്താവിന്റെ വചനത്തിൽ ഒരു വാക്യമുണ്ട്, തൻ്റെ ശരീരത്തെ തൊടുന്നവനോട് കർത്താവ് ഇടപെടും. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ.
വളരെ സൂക്ഷിക്കണം. ദൈവസ്നേഹമായിരിക്കണം ഇവിടെ ഉള്ളത്. ഒരു സഹോദരനോ സഹോദരിക്കോ ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് ദൈവസ്നേഹത്തിൽ നിന്നായിരിക്കണം, അല്ലാതെ മനുഷ്യരെ ബോധിപ്പിക്കാനല്ല. അദ്ദേഹം എന്നോട് അങ്ങനെ പറഞ്ഞില്ല, ഞാൻ കൊടുത്തിട്ടൊരു താങ്ക് യു പറഞ്ഞില്ല. വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് യു? നിനക്ക് എന്താ വിഷയം? നീ കർത്താവിന്റെ അടുത്ത് പോയി പറയ്. നീ ചെയ്യാൻ പറഞ്ഞ അങ്ങ് ചെയ്താ പോരെ. എന്തിനാ അവൻ പറഞ്ഞോ ഇല്ലയോ നീ തീരുമാനിക്കുന്നേ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദാനം കൊടുക്കുമ്പോ മനുഷ്യർ കാണാൻ വേണ്ടി ചെയ്യരുത്. അതെന്താ? അവിടെ ഒരു വാക്കുണ്ട്, മനുഷ്യർ കാണുക ചെയ്താൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി, ഇനി കിട്ടില്ല. ഇപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യർ കാണാതിരിക്കാൻ രഹസ്യത്തിൽ ചെയ്യുക. നീ ഒരാൾക്ക് നന്മ ചെയ്തെങ്കിൽ അവനിൽ നിന്ന് നീ പ്രശംസ ഇച്ഛിക്കുന്നുവെങ്കിൽ പിന്നെ പിതാവിന്റെ അടുക്കൽ നിനക്ക് പ്രശംസ ഇല്ല, നിനക്ക് കിട്ടിപ്പോയി. വാട്ട് എ ഫൂൾ! എന്തിനാ അങ്ങനെ വീട്ടിൽ ചെയ്യുന്നേ? ദൈവം തരുമ്പോ ദൈവത്തിന്റെ കണക്കിന് തരും. പറഞ്ഞ മനസ്സിലായില്ലേ? മനുഷ്യനിൽ നിന്ന് കിട്ടുമ്പോഴോ മനുഷ്യന്റെ കണക്കിനും. ഒരു വാക്കിൽ അത് ഒതുങ്ങും. ദൈവം തരുമ്പോഴോ അമർത്തി കുലിക്കുന്ന കവിത തരും. അതുപോരെ. എന്തിനാ ഈ വിഡ്ഢിത്തം കാണിക്കുന്നത്? വൈ ഡു വി സെർവ് ഹ്യൂമൻ എനിമോർ? വി ഷുഡ് സെർവ് ജീസസ് റാദർ. കർത്താവിനെ സേവിക്കുക, മനുഷ്യനെ അല്ല. ദൈവസ്നേഹം സഭയിൽ ഉണ്ടായിരിക്കണം. സേവനം ദൈവസഭയിൽ ഉണ്ടായിരിക്കണം. ദൈവസ്നേഹത്തിൽ നിന്നായിരിക്കണം ദൈവസ്നേഹം, ദൈവത്തിന്റെ സേവനം സഭയിൽ നടക്കേണ്ടത്. അങ്ങോട്ട് ഈ സഭ പൊതുവെ നല്ല സഭയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അനേക വിഷയങ്ങളുള്ള സഭകളുണ്ട്. എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം ഒന്നേ ഉള്ളൂ, ദൈവസ്നേഹമില്ല. എല്ലാം ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാ. ഗ്രൂപ്പുകൾ സഭയിൽ തന്നെ, ഇതൊക്കെ ദൈവസ്നേഹമില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കണം. ഒന്നാമത് നമ്മളിൽ തുടങ്ങണം, രണ്ടാമത് അത് കുടുംബത്തിലേക്ക് കടക്കണം, മൂന്നാമത് അത് ദൈവസഭയിലേക്ക് കടന്നു വരണം. ദൈവസഭ ദൈവത്തിന്റെ ഹിതപ്രകാരം ഫങ്ഷൻ ചെയ്യുമ്പോൾ അത് മറ്റൊരു ലെവലാണ്. പിന്നെ എന്താ? സ്വാർത്ഥതയ്ക്ക് പിന്നെ അവിടെ സ്ഥാനം ഇല്ല. സ്വാർത്ഥതയില്ല പിന്നെ അവിടെ. ആരും ആരെയും വലിയവനെന്നോ ചെറിയവനെന്നോ എണ്ണുന്നില്ല. ഓപ്പർച്യൂണിറ്റിയാണ് പിന്നെ മുഴുവനും. എന്താ ഓപ്പർച്യൂണിറ്റി? ദൈവം സെർവ് ചെയ്യാൻ തരുന്ന അവസരങ്ങളാണ്. ഇന്നാർക്ക് ഇന്നത് ചെയ്യാൻ പറഞ്ഞ ഞാൻ ചെയ്യാമല്ലോ സഹോദരാ, ഞാൻ ചെയ്യാമെന്ന് 3 പേര് പറയാനുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. പിണങ്ങിക്കൊണ്ടല്ല, കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം. സ്വർഗം എന്തുകൊണ്ടാ സ്വർഗമാകുന്നതെന്നറിയോ? സ്വർഗത്തിൽ സ്നേഹം ഉണ്ട് എന്നുള്ളത് കൊണ്ടാ. അതുകൊണ്ട് അത് സ്വർഗമാകുന്നത്. സ്വർഗമാകുന്നത് ദൈവം അവിടെ ഉള്ളത് കൊണ്ടാ. സ്വർഗമാകുന്ന ദൈവ സ്വഭാവം അവിടെ കാണപ്പെടുന്നുകൊണ്ടാ. അതുകൊണ്ട് അതേ സ്വർഗ സ്വഭാവം നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ ആവോളം ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ഈ വിചാരകനാക്കണമെങ്കിൽ ഇവിടെ പ്രൂവ് ചെയ്യണം. ഇവിടെ പ്രൂവ് ചെയ്യാതെ എനിക്ക് വലിയത് കിട്ടും എന്നും പറഞ്ഞ് സ്വപ്നം കണ്ട് മനം മയങ്ങി ജീവിക്കരുത്. നടക്കില്ല. അങ്ങനെ ഒരു സംഭവമില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തത്, മൂന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത്, നമ്മളുടെ സേവനം നിലനിർത്തണമെങ്കിൽ മറ്റൊരു സ്വഭാവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ധാർമ്മിക മൂല്യങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. 3 കാര്യങ്ങളാണ് ധാർമ്മിക മൂല്യങ്ങളുള്ള ബന്ധത്തിൽ പറയാനായിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, നമ്മൾ വിശുദ്ധി ഉള്ളവർ ആയിരിക്കണം. ഹോളിനെസ്. ഞാൻ അതിന്റെ ഒരു ഡെഫിനിഷൻ വായിക്കാം. വിശുദ്ധി എന്നത് ഒരുവൻ, ഞാനത് വെറുതെ വായിക്കുന്നേ ഉള്ളൂ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവവചനപ്രകാരം തൻ്റെ വാക്കുകൾ, ചിന്തകൾ, കാഴ്ച, കേൾവി, പ്രവൃത്തി, എല്ലാ ഇന്ദ്രിയങ്ങളെയും അശുദ്ധി, അൺക്ലീൻനെസ്സിൽ നിന്ന് അകറ്റി വിശുദ്ധമായതിലേക്ക് തന്നെ ചേർത്ത് നിർത്തുന്നതിനെയാണ് ഹോളിനെസ് എന്ന് പറയുന്നത്. യോബിനെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ ദൈവവചനത്തിൽ പ്രത്യേകം എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, ദോഷം വിട്ട് അകലുന്നവൻ. ഇന്ന് ഈ ഡിജിറ്റൽ ഏജ് ആയതുകൊണ്ട് പാപം ചെയ്യാൻ വളരെ എളുപ്പമാണ്. മൊബൈലിൽ കുത്തിക്കഴിഞ്ഞാൽ പലതും കാണാം. പ്രിയമുള്ളവരെ, വഞ്ചിക്കപ്പെടരുത്. ഈ തെറ്റിലൊന്നും ചെന്ന് നമ്മൾ വീഴരുത്. അതൊന്നും നമുക്കുള്ളതല്ല. അതെന്താ? ഈ പാപം നമ്മെ പിടിച്ചാൽ പിടിവിടില്ല. നീരാളിയുടെ പോലെയായി സംഭവം. ഒരു പാപം മറ്റൊരു പാപത്തിന് വളമാണ്. മനസ്സിലായല്ലോ?
അനേക പാപങ്ങളിൽ നമ്മൾ ചെന്ന് വീഴുവാനിടയാകും. നമ്മുടെ മനസ്സ് വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് ഒരു ഭക്തന്റെ ആവശ്യം ആണ്. എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് അന്യമായ ഒരു ചിന്ത, പാപത്തിന്റെ ഒരു ചിന്ത അങ്ങനെ വരില്ല എന്നൊന്നും ഞാൻ പറയില്ല. അതെന്താ? നമ്മൾ പാപികളാണ്. ഈ പ്രോബ്ലം നമ്മളിലുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ പാപത്തിന് അധീനനായ മനുഷ്യൻ. അരിഷ്ട മനുഷ്യനാണ് ഞാൻ, പാപത്തിന് അധീനനാണ്. പാപം എന്നിലുണ്ട്, ഈ ശരീരത്തിൽ പാപമുണ്ട്. പാപത്തിന്റെ ചിന്തകൾ നമ്മിൽ വരുത്തുവാനായി പിശാചിന് സാധിക്കും. നമ്മുടെ ജഡത്തിനും അത് ഇഷ്ടാ. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞ മന്ത്രം ഓർക്കണം. എന്താ ഈ മന്ത്രമല്ല അത്, പക്ഷെ ഞാൻ പറയാ എന്താ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷയ്ക്കായി അപേക്ഷിക്കണം. പാപത്തെ ഓടിച്ചു വിടണമെങ്കിൽ വേറെ മാർഗമൊന്നുമില്ല, യേശു ക്രിസ്തുവിന് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതാണ് പാപത്തെ തോൽപ്പിക്കാനുള്ള വഴി. പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. വി ഹാവ് എ വാർ. ആ വാറിൽ നമ്മൾ ജയിക്കണമെങ്കിൽ, യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ നിരന്തരം യുദ്ധം ചെയ്യണം. ഈ അടുത്തിടയ്ക്ക് വായിച്ചൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഞാനത് അത്ര ചിന്തിച്ചിരുന്നില്ല. അമാലേക്കിനെ നശിപ്പിക്കുവാനായിട്ട് ദൈവം പറഞ്ഞു. ഇസ്രായേൽ മക്കള് അമാലേക്കിനെ നശിപ്പിക്കാനായിട്ട് വിട്ടു. ശൗല് പോയിട്ട് തനിക്കിഷ്ടമുള്ളതൊക്കെ കൊണ്ടുവന്ന് ബാക്കിയൊക്കെ നശിപ്പിച്ചു, സില്ലിയായിട്ടുള്ളതൊക്കെ. ഈ അമാലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരുവനായിരുന്നു ഹാമാൻ. എന്താണ് പറയണേ? ഹമ്മേദാഥായുടെ മകൻ ഹാമാൻ എന്ന് പറഞ്ഞാൽ അന്ന് വിട്ടിട്ട് പോയത് പിൽക്കാലത്ത് എസ്തേറിന്റെ കാലത്ത് കൊല്ലാനായിട്ട്, എങ്ങനെ യഹൂദന്മാരെ മുഴുവൻ കൊല്ലാൻ നോക്കിയ ആളാണ്. പക്ഷെ അവിടെ ഒരു മൊർദെഖായി എന്ന ഭക്തനുണ്ടായിരുന്നുകൊണ്ട് അത് മാറിപ്പോയി. പറഞ്ഞതിന്റെ ആശയം മനസ്സിലായല്ലോ. അമാലേക്കിനോട് നിരന്തര യുദ്ധമുണ്ടെന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, വിടില്ല. ഇതാണ് പാപത്തിന്റെ സ്വഭാവം. പ്രിയമുള്ളവരെ, പാപത്തോട് പ്രാണത്യാഗത്തോട് തീർന്നു നിൽക്കണം. ഇറ്റ് ഈസ് എ ഡെയിലി വാർ. പെട്ടെന്നായിരിക്കും ഫ്ലാഷ് പോലെ വരും നമ്മുടെ ഹൃദയത്തിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു ഇത്തിരി പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ഇതൊക്കെ പരുവം വരുമെന്നാ. ഒരിക്കലും ഇല്ല കേട്ടോ. ചാകുന്നവരെ ഈ പ്രശ്നമുണ്ട്. കാരണം മനുഷ്യന്റെ ചിന്തയെ നിയന്ത്രിക്കാൻ മനുഷ്യന് കപ്പാസിറ്റി ഇല്ല. കാലും കൈയും അനങ്ങാതെ കട്ടിൽ കിടന്നാലും ചിന്തകൾക്ക് ഒരു പഞ്ഞവും ഇല്ല. യുദ്ധത്തിന് ഒരു മാർഗ്ഗമേ ഉള്ളൂ. വിശുദ്ധി പാലിക്കണമെങ്കിൽ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പക്ഷെ ഇറ്റ് ഈസ് വെരി ഇഫക്റ്റീവ്. യേശുവിന്റെ നാമത്തിൽ നാം പാപത്തെ തർജനം ചെയ്യുന്നുവെങ്കിൽ, ശാസിക്കുന്നുവെങ്കിൽ വിജയിക്കും. അത് വിട്ടുപോകും. കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ജയം ഉണ്ട്. വിശുദ്ധി പാലിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ തൂണെന്നാണ് ഞാൻ പറയുന്നത്. ഈ 3 കാര്യങ്ങൾ തൂണുകളാണ്. സസ്റ്റൈനിങ് അവർ ഗോഡ്ലിനെസ്. എങ്ങനെ ദൈവഭക്തിയെ നിലനിർത്താം? 3 കാര്യങ്ങൾ. ഒന്ന് പറഞ്ഞു, വിശുദ്ധി. രണ്ടാമത്തെ കാര്യം നീതി, റൈച്ചസ്നെസ്. റൈച്ചസ്നെസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയുകയുണ്ടായി അതിന്റെ ഡെഫിനിഷൻ. ഞാനൊരു വാക്യം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 1 തെസ്സലോനിക്കർ 4:7. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. പർപ്പസ് ഓഫ് അവർ കോൾ ഈസ് ഹോളിനെസ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ എന്താ കാരണം വെച്ചാൽ, നമ്മൾ ഒരു കാലത്ത് കൊള്ളരുതാത്തവരായിരുന്നു. ഇപ്പൊ നമ്മുടെ ദൈവം തന്റെ പുത്രന്റെ സ്വരൂപത്തിലേക്ക് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. അപ്പൊ പുത്രനാണെങ്കിൽ പരിശുദ്ധനാണ്. അവൻ പരിശുദ്ധദാസൻ എന്നാ വിളിച്ചിരിക്കുന്നത്. ആ സ്വഭാവം നമ്മളിൽ വരുത്തണം. അത് ദൈവത്തിന്റെ പർപ്പസാണ്. അതിനോട് നമ്മൾ സഹകരിച്ചേ മതിയാകൂ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണാൻ പറ്റില്ല. അതിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, ഡെയിലി പ്രയറിന് നമ്മൾ പോകുമ്പോൾ ദൈവത്തിന്റെ തിരുമുഖം കാണണമെങ്കിൽ ശുദ്ധീകരണം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ദൈവം ഉത്തരം തരില്ല. സംശയമുണ്ടോ? യോശുവ ഹായ് പിടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു ദിവസം മുഴുവനും കവിണ്ണു വീണ് കടന്നു. ദിവസം അവസാനിച്ചപ്പോ കർത്താവ് ചോദിച്ചു, നീ എന്തിനാ എന്റെ മുന്നിൽ വന്ന് വീണ് കിടക്കുന്നേ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഭാഗം? നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? ഇസ്രായേലിന്റെ മധ്യേ അകൃത്യമുണ്ട്. ഒരു ദിവസം മുഴുവൻ കടന്നിട്ടാ കർത്താവ് അത് പറഞ്ഞത്. അകൃത്യമുണ്ട്, പോയി അത് ഫിക്സ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. നമ്മൾ വെറുതെ ഉപവസിച്ചിട്ട് കാര്യമൊന്നുമില്ല പാപം വെച്ചുകൊണ്ട്. നമ്മൾ ധീരഘോരം പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല പാപം വെച്ചുകൊണ്ട്.
ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നീതിമാനായിരുന്നു അവന്റെ ഹിതം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ദൈവഭക്തനായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവന്റെ ഹിതം ചെയ്യുന്നവൻ ദൈവഭക്തനായിരിക്കുക, ദൈവം പ്രാർത്ഥന കേൾക്കും. വിശുദ്ധി അടിസ്ഥാനമായ ഒരു കാര്യമാണ്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അതാണ് മരണക്കിടക്ക. അവിടെ വെച്ച് ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. പിടിച്ചിട്ടു അവിടെ നമ്മുടെ എല്ലാ ഈഗോയും പൊട്ടിക്കും. അവിടെ ഇട്ട് നമ്മുടെ എല്ലാ വഴക്കുകളെയും കർത്താവ് അവിടെ ഇട്ട് പൊട്ടിക്കും. ആരോടൊക്കെ കൈ കൊടുക്കാൻ ഇന്ന് വിസമ്മതമുണ്ടോ, കൈ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നത് വരെ ഇട്ട് പൊട്ടിക്കും. നമ്മളെ ശരിക്ക് പൊട്ടിച്ചിട്ട് മാത്രമേ കർത്താവ് ഇവിടുന്ന് കൊണ്ടുപോകൂ. അതിന് കാരണം ഇനി നമ്മൾ തിരുമുഖമാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യരിൽ വായിക്കുന്നത്, ദൈവം ലോകത്തോടു കൂടെ നമ്മെ ന്യായം വിധിക്കാതിരിക്കേണ്ടതിന് ഇവിടെ വെച്ച് ബാലശിക്ഷ കഴിക്കും. അത് നിമിത്തം നിങ്ങളിൽ ചിലർ രോഗികളും ബലഹീനരും ചിലർ നിദ്ര കൊള്ളുന്നു. ആശയം മനസ്സിലായല്ലോ? ഇവിടെ വെച്ച് പൊട്ടിക്കും. ഞാൻ പറയാം, എന്റെ പ്രിയമുള്ളവരെ, മരണക്കിടക്കയിൽ വെച്ച് പൊട്ടരുത്. ഇന്ന് തന്നെ ദൈവത്തെ സ്നേഹിക്ക്. ഇന്ന് തന്നെ ദൈവഭക്തന്മാരായി തീര്. ദൈവത്തിന് പ്രയോജനമുള്ളവരായി ജീവിക്ക്. അതല്ലയോ ദൈവത്തിന്റെ ഇഷ്ടം, അതിന് സമർപ്പിക്ക്. അല്ലാണ്ട് മരണം വരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് ഈ വാശി ആവശ്യമില്ലാത്ത വഴക്കുകളൊക്കെ എടുത്ത് കളയി. ഇതൊക്കെ ജഡത്തിന്റെ പ്രവൃത്തികളല്ലേ. ദൈവസ്നേഹത്തിന് ഇതിനകത്ത് വല്ല കാര്യമുണ്ടോ? ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. നീതി, വാട്ട് ഈസ് റൈറ്റ്, ദാറ്റ് ഈസ് റൈച്ചസ്നെസ്. ഞാൻ എൻ്റെ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു. വഴിയിൽ ഒരു കുരുടൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു. വി നോ വാട്ട് ഈസ് റൈച്ചസ്നെസ്. ഒരു സഹോദരനോ സഹോദരിക്കോ അഹോവൃത്തിക്കോ വകയില്ലാതിരിക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്ക് എന്നൊക്കെ പറയുന്നതല്ലാതെ നീ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ നിന്റെ വിശ്വാസം ചത്ത വിശ്വാസ, നിർജീവമല്ലേ? നിർജീവമാണ്. വി നോ വാട്ട് ഈസ് ടു ഡു. അവിടെ എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്റെ കയ്യിലുള്ളത് അവന് പകുത്ത് കൊടുക്കണം. അവന് ഭക്ഷണമില്ലെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കണം. അവന് ഉടുക്കാനില്ലെങ്കിൽ ഉടുക്കാൻ കൊടുക്കണം. ഇതൊന്നും ചെയ്യാതെ കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ, അങ്ങനെയല്ലേ? നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് അത് പാപം തന്നെ. പാപമാണ്. എന്ത് നീതിയാണോ അത് ചെയ്യുവാനായിട്ട് നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ നീതിയിലും വിശുദ്ധിയിലും, അത് കർത്താവിന്റെ ക്യാരക്ടറാ. കർത്താവ് നീതിമാനായിരുന്നു. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ പലരെയും നീതീകരിക്കും. നീതിമാനായിരുന്നു കർത്താവ്. കർത്താവിനെ പോലെ നീതിമാൻ ആരുമില്ല. ഞാൻ പറഞ്ഞു വരാമല്ലോ, എൻ്റെ കർത്താവിനെ പോലെ മനോഹരനാരും ഇല്ല. ഹി ഈസ് സോ പെർഫെക്റ്റ്. എൻ്റെ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും കാണുകയില്ല. അവനോട് ആരാധന വരണം, യേശുവിനോട് ആരാധന വരണം. അവന്റെ പേഴ്സണാലിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ് പേഴ്സണാലിറ്റി. ആൻഡ് ഹിസ് പേഴ്സൺ ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ ഐ ഹാവ് എവർ സീൻ. ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇത്രയും മനോഹരമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കർത്താവായ യേശു ക്രിസ്തു അല്ലാതില്ല. അതുകൊണ്ടാണ് ഞാൻ അവനെ സേവിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അവനെ പ്രസംഗിക്കുന്നത്. എനിക്ക് അക്കാര്യത്തിൽ ലജ്ജയില്ല, അക്കാര്യത്തിൽ എനിക്ക് യാതൊരു വിരസതയുമില്ല. ഹി ഈസ് ദ പെർഫെക്റ്റ്. അവനേക്കാളും പ്രസംഗിക്കാൻ യോഗ്യമായ വിഷയം എന്താ ഉള്ളത് ഈ ലോകത്തില്? എവറിത്തിങ് എൽസ് ഇൻ ദിസ് വേൾഡ് ഈസ് അഡൾട്ടേഡ്, അല്ലേ? സെയിൽസിലുള്ളവർക്ക് അറിയാം, എന്ത് വിൽക്കാൻ പോയാലും കുറച്ചൊക്കെ മറച്ചു വെക്കേണ്ടി വരും. സത്യമല്ലേ? എന്നാൽ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ പോയാൽ ഒന്നും മറച്ചു വെക്കേണ്ട, സത്യമാണ്. അവൻ തന്നെ സത്യമാണ്. അവനെയല്ലേ നമുക്ക് വേണ്ടത്? അവനെയാണ് നമുക്ക് വേണ്ടത്. അവനെയാണ് നമ്മൾ ധരിക്കേണ്ടത്. അവൻ നീതിയിലും വിശുദ്ധിയിലും ഉള്ളവനാണ്. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കും. നീതി ചെയ്യണം. ഞാൻ ഈ നീതി എന്നുള്ള വിഷയം പറയുമ്പോൾ നീതി നമ്മുടെ കുടുംബത്തിലും ഉണ്ടായിരിക്കണം. ചില സാമൂഹ്യ പ്രശ്നങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോകാം. നമ്മുടെ ഇടയിൽ ചില സമയത്തൊക്കെ നീതിയൊക്കെ വലിയ പ്രസംഗമൊക്കെയാ, പക്ഷെ പൈസയുടെ കാര്യം വരുമ്പോൾ ചിലപ്പോഴൊക്കെ ഒന്ന് കണ്ണ്
അടയ്ക്കും. പൈസയുടെ കാര്യം വരുമ്പോൾ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ആരും എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുത്. വസ്തു വാങ്ങുമ്പോൾ സ്റ്റാമ്പ് പേപ്പർ കൃത്യം തുക കാണിക്കാറുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ അനീതിയാണ് ചെയ്യുന്നത്. അതെന്താ? നിങ്ങൾ എഴുതുന്നത് ഒന്ന്, കൊടുക്കുന്നത് വേറെ ഒന്ന്. 10 ലക്ഷത്തിന് സ്ഥലം വിറ്റിട്ട് 2 ലക്ഷം എന്ന് എഴുതി 80,000 രൂപ പോക്കറ്റിൽ ഇടുന്നത് ദൈവം മുമ്പാകെ നീതി അല്ല. എനിക്കറിയാം നാട്ടു നടപ്പൊക്കെ ഇങ്ങനെയുണ്ട്. ഇതുവരെ ചെയ്തതൊക്കെ വിട്ടേക്ക്, ഞാൻ അതിനൊന്നും മിണ്ടുകയല്ല. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാക്കിക്കല്ല, ഇതാരും പറയുമില്ല. ഞാൻ അത് പറയാറുണ്ട്. എന്താ കാരണം എന്നറിയോ? സഹോദരൻ തെറ്റിപ്പോകുന്നു കണ്ടാൽ അവനോട് ഉപദേശിക്കണം, അവൻ തെറ്റിപ്പോകാതിരിക്കേണ്ടതിന്. എന്നാൽ മനസ്സോടെ തെറ്റ് ചെയ്യുന്നവൻ ചെയ്തു കൊള്ളട്ടെ, കർത്താവിൽ നിന്ന് വാങ്ങുകയും ചെയ്തോട്ടെ. ഇക്കാര്യത്തിലൊന്നും നമ്മൾ രജിസ്ട്രാർ ഓഫീസിൽ പോയി 10 ലക്ഷം എന്നുള്ളിടത്ത് 2 ലക്ഷം എഴുതി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ എൻ്റെ കർത്താവിനെ ഞാൻ തൂക്കിക്കൊടുത്ത യൂദയോട് തുല്യമല്ലേ? 30 വെള്ളിക്കാശിന് വേണ്ടി തൻ്റെ നാഥനെ തള്ളിക്കളഞ്ഞ യൂദ ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? പിന്നെ നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. മറ്റൊരു കാര്യം, അതും ഇച്ചിരി വിഷമുണ്ടാക്കുന്ന വിഷയമാണ്. ഈ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം വാങ്ങാന്ന് പറഞ്ഞൊരു പരിപാടി കേട്ടിട്ടുണ്ടാവല്ലോ അല്ലേ? നിങ്ങൾക്കറിയാമോ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ക്രിമിനൽ ഒഫൻസ് ആണ്? അറിയാമോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, ഡൗറി ആക്ട് അനുസരിച്ച് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും 5 വർഷം ജയിലിൽ കിടക്കേണ്ട കുറ്റമാണ്. ചോദിക്കുന്നത് 2 വർഷം ജയിലിൽ കിടക്കേണ്ട കുറ്റമാണ്. നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആരെങ്കിലും പഠിപ്പിച്ചു തരാം. ഇനി മേലാൽ അത് ചെയ്യരുത്. മനുഷ്യന് വിലയിടേണ്ടതേ പൈസ കൊണ്ടല്ല. അത് വാങ്ങിയിട്ട് ധനികനാകണ്ട. അനീതിയുടെ കൂലി കൊതിച്ച ബിലയാമിനേക്കാളും ഒട്ടും മെച്ചമല്ല. നമ്മൾ സ്നേഹിക്കേണ്ടത് പണത്തെയല്ല, മനുഷ്യനെയാണ്. പ്രസംഗമൊക്കെ പ്രസംഗിക്കും, നമുക്കൊക്കെ വേണ്ടി തുല്യ വിലയാ കൊടുത്തിരിക്കണ ആനയാ ചേനയാന്നൊക്കെ. ഒന്നുമില്ല കേട്ടോ. കല്യാണം വരുമ്പോ പ്ലേറ്റുകളൊക്കെ മാറും, പല പ്ലേറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എത്ര കിട്ടി? പ്രിയമുള്ളവരെ, ഇതൊക്കെയാ നമ്മുടെ പ്രശ്നം. നമ്മൾ ഒന്ന് പ്രസംഗിക്കും, മറ്റൊന്ന് ചെയ്യും. എന്നിട്ട് എക്സ്ക്യൂസ് പറയും, മക്കൾക്ക് വേണ്ടി അപ്പന്മാർ കരുതേണ്ടതാ. അതൊക്കെ തമ്പുരാനെ നോക്കിക്കോളും. മക്കൾക്ക് വേണ്ടി അമ്മയപ്പന്മാർ കരുതേണ്ടതാ. അത് അവര് നോക്കട്ടെ, നമ്മളാണോ നോക്കേണ്ടത്? ഭാര്യയുടെ സ്വത്ത് നോക്കിയിട്ടാണോ ഞാൻ കല്യാണം കഴിക്കാൻ എൻ്റെ മോനെ വളർത്തേണ്ടത്? അതോ ഞാനാണോ എൻ്റെ മകനെ വളർത്തേണ്ടത്? പുരുഷത്വം കാണിക്കണം ഇവിടെ. അങ്ങനെയാ പറയണ്ടേ? പുരുഷത്വം കാണിക്കണം, പുരുഷന്റെ പോലെ. മക്കൾക്ക് വേണ്ടി കരുതണം. മക്കൾക്ക് എൻ്റെ മോന് വേണ്ടി സമ്പാദിക്കേണ്ടത് എൻ്റെ പെണ്ണിന്റെ മരുമോളുടെ അപ്പനല്ല, എൻ്റെ മകന് വേണ്ടി ഞാനാ കരുതേണ്ടത്. അങ്ങനെയാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അമ്മയപ്പന്മാർ മക്കൾക്കായിട്ടാണ് കരുതേണ്ടത്, മക്കൾ അമ്മയപ്പന്മാർക്കായിട്ടല്ല ചാരതിച്ച് വെക്കേണ്ടത്. അങ്ങനെയാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ കണ്ണുകളൊന്ന് തുറക്കാനാ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് മഹാഭക്തന്മാരാണെന്ന. നിയമത്തിന്റെ മുമ്പിൽ ഞാൻ പറയാം, എല്ലാവരെയും തൂക്കി നോക്കിയാൽ പലരും അകത്ത് കിടക്കേണ്ടി വരും. ഇനി ചെയ്യരുത്. കർത്താവ് പറഞ്ഞ വാക്ക, ഇനി പാപം ചെയ്യരുത്. ഭക്തനായിട്ട് ജീവിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ വിട്ടുകളഞ്ഞേരെ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ പറയുന്നത് 100% തള്ളിക്കളയുന്നതിനോട് എനിക്ക് 100% യോജിപ്പാ എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ എനിക്കൊരു പിണക്കവും നിങ്ങളോടില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരിക, പാപം ചെയ്യരുത്, ദൈവത്തെ ദുഷിക്കരുത്, നീതി ചെയ്യുക. വാട്ട് ഈസ് റൈറ്റ് ബിഫോർ ദ ലാൻഡ്, ബിഫോർ ദ ലോ ഓഫ് ദ ലാൻഡ്. ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് നീതി ചെയ്യുക, ദൈവത്തിന്റെ മുമ്പാകെ നീതി ചെയ്യുക. നീതി ചെയ്യുന്നതിലാണ് ദൈവത്തിന് പ്രസാദം ഉള്ളത്. നീതി ചെയ്യുക. 3-ാമത്തെ കാര്യം, ഞാൻ അവിടെ കൊണ്ടത് നിർത്തുകയാണ്, അധികം പ്രസംഗിക്കേണ്ടെന്ന് ഇപ്പൊ തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. എനിവേ, 3-ാമത്തെ കാര്യം വിശ്വസ്തത എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. നിങ്ങൾക്കറിയാമല്ലോ, പല ശുശ്രൂഷകളും ഇടയ്ക്ക് വെച്ച് പൊട്ടി പാളിസായി പോകുന്നത് ഈ 3 പ്രിൻസിപ്പിളുകൾ ശരിയായിട്ട് പാലിക്കാത്തതുകൊണ്ടാണ്.
എന്തൊക്കെയാണ്? വിശുദ്ധി, നീതി, വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്. നമ്മുടെ കർത്താവിന്റെ മറ്റൊരു പേരാണ് വിശ്വസ്തൻ, അല്ലേ? വിശ്വസ്തനും സത്യവാനും എന്നാണ് അവന്റെ പേര്. കർത്താവിനെ പോലെ വിശ്വസ്തൻ ആരുമില്ല. വിശ്വസ്തത എന്ന് പറയുന്നത് ഒരു ദൈവഭക്തന് ആവശ്യമാണ്. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. ഞാൻ അതിനൊരു ഡെഫിനിഷൻ ഞാൻ കൊടുത്തിരിക്കുന്ന വായിക്കാം. എന്താണ് ഈ വിശ്വസ്തത എന്ന് പറയുന്നത്? വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ് എന്നത് പരസ്യമായോ രഹസ്യമായോ ഒരുവൻ സമയബന്ധിതമായും പങ്ക്ച്വലി, കൃത്യതയോടെയും ആക്യുറേറ്റ്ലി ദൈവിക വിഷയങ്ങളെ നിറവേറ്റുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നോട് ദൈവം പറയുകയാണ്, ദാ ഇന്ന സഹോദരൻ ആവശ്യത്തിന്റെ മധ്യ ഇരിക്കുകയാണ്, നീ ഒരു സഹായം ചെയ്യണം. ഇപ്പൊ ഞാനത് ഇപ്പൊ രാത്രിയാണ്, ഇപ്പൊ പോവാൻ പറ്റില്ല. ചുരുങ്ങിയ പക്ഷം നീ രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്തായിരിക്കണം? ഇതാ. പല സന്ദർഭങ്ങളിലും ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയാ, പല സഹായങ്ങളും ചില വ്യക്തികൾക്ക് ചെയ്തിട്ട് അവർ എന്നോട് പറഞ്ഞിട്ടുള്ള മറുപടി കൃത്യസമയത്തായിരുന്നു ബ്രദറെ അത് കിട്ടിയത്. അങ്ങനെ പറയാറുണ്ട്. അവരുടെ നിലവിളി കാരണമായിരിക്കും ദൈവാത്മാവ് എന്നോട് പറയുന്നത് നീ കൊടുക്ക്. ഞാൻ അത് വെച്ചോണ്ടിരുന്നാലോ? പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു റൂളുണ്ട്, കൂലിക്കാരന്റെ കൂലി അന്നന്ന് കൊടുക്കണം. അതെന്താ? അവൻ നിലവിളിച്ചാൽ ഞാൻ കേൾക്കും. പണയം വാങ്ങിയാൽ വസ്ത്രം മടക്കി കൊടുക്കണം അന്ന് തന്നെ. അവൻ നിലവിളിച്ചാൽ ഞാൻ കേൾക്കും. എന്നിട്ട് ഇങ്ങനൊരു വാക്കുകൂടെ ഉണ്ട്, ഞാൻ യഹോവയാകുന്നു. ദൈവം ഇത് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളുടെ ജീവിതങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം വിശ്വസ്തരായിരിക്കണം. സഭ ഒരു ഉത്തരവാദിത്വം നമുക്ക് തന്നാൽ കൃത്യമായിട്ട് അത് ചെയ്യണം. കൃത്യമായിട്ട്, ടൈംലി. ഇത് പറയുമ്പോൾ ഒരു പ്രാക്ടിക്കൽ കാര്യം കൂടെ പറഞ്ഞു തരാം. പലപ്പോഴും സഭകളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ നല്ല സഹോദരന്മാരാ, പക്ഷെ ചില സ്വഭാവമുണ്ട്. എന്താന്ന് വെച്ചാൽ കണക്കൊന്നും എഴുതി വെക്കില്ല. എന്നിട്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, വല്ല ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം കേട്ടോ. 10-50,000 രൂപ എടുത്തു കൊടുത്ത് സഹോദരൻ പെയിന്റ് ചെയ്യണം സഭാഹോള്. ശരി, എന്താ കുഴപ്പം? 50,000 മേടിക്കുന്നു, കയ്യിൽ വെക്കുന്നു, പെയിന്റ് മേടിക്കുന്നു, അത് കൊടുക്കുന്നു, ഒന്നും എഴുതി വെക്കില്ല. നമുക്കറിയാം കടയിൽ പോയ പൈസ എങ്ങനെയാ തീരാന്ന്, അല്ലേ? പറഞ്ഞ നേരം കൊണ്ടെല്ലാം തീരും. നമുക്കറിയാൻ പറ്റില്ല എവിടെ ഈ സംഭവം പോയെന്ന്. പിന്നെ ആലോചിക്കും, പെയിന്റ് മേടിച്ചത് ഇത്ര രൂപ, പൈസ കണക്ക് അത് ഇത് എല്ലാം കണക്ക് കൂട്ടി വരുമ്പോഴും തികയില്ല. വാസ്തവത്തിൽ ഇദ്ദേഹം കറക്റ്റായിട്ട് ചെലവിട്ടുണ്ടാവും, എഴുതി വെച്ചില്ല. അവസാനം കണക്ക് ചോദിക്കും സഭ. അപ്പോ ഇത് എന്താ തെളിഞ്ഞു വരണെന്നറിയോ? ഒറ്റ വാക്കാ, ഇയാൾ എന്തോ കള്ളത്തരം കാണിച്ചു. വാസ്തവത്തിൽ അദ്ദേഹം കള്ളത്തരം കാണിച്ചിട്ടില്ല, പക്ഷെ കള്ളനായി തീരും. തീത്തോസ്, ബൈബിളിൽ ഇതിനുള്ള എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇത് പഠിച്ചപ്പോൾ ഇതൊക്കെ മനസ്സിലായി. തീത്തോസ് യെരുശലേമിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് സാമ്പത്തികമായ കാര്യങ്ങൾ പല സഭകളിൽ നിന്ന് കണക്ക് മേടിച്ചപ്പോ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് മുൻകരുതി ആണ് ആ ശുശ്രൂഷ ചെയ്യുന്നത്. എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിനറിയാം ഞാൻ പൈസ ഇന്ന് എടുത്തുണ്ടോ ഇല്ലയോന്ന്. മനുഷ്യർക്ക് എഴുതി വെക്കണം. വിശ്വസ്തത എന്ന് പറയുന്നത് 2 പോയിന്റുകളാണ്. ഒന്ന്, ടൈം, കൃത്യമായി ചെയ്യണം. 2, ആക്യുറേറ്റ്, കൃത്യതയോടെ ചെയ്യണം. ടൈം പാലിക്കണം, കൃത്യതയോടെ ചെയ്യണം, എഴുതി വെക്കണം, വിശ്വസ്തനായിരിക്കണം. നമ്മള് ദാവീദിനെ കുറിച്ച് പറയുന്നത്, ശൗല് കൊടുത്ത എല്ലാ ടാസ്കുകളും വിശ്വസ്തയോടെയാണ് അവൻ ചെയ്തതെന്ന. ദാനിയേലിനെ കുറിച്ച് പറയുന്നത്, അവൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെന്ന് എല്ലാ ചെക്കും ചെയ്തു, ഒന്നും കിട്ടിയില്ല. തിരിച്ചു മറിച്ചും ഒക്കെ അവർ ചെക്ക് ചെയ്തു, വല്ലതും കിട്ടുമെന്ന്, ഒന്നും കിട്ടിയില്ല. അതിന്റെ അർത്ഥം എന്താ? ദാനിയേൽ പെർഫെക്റ്റ് ആയിരുന്നു എഴുതി വെക്കുന്ന കാര്യത്തിൽ. എല്ലാം പ്രൂഫുണ്ട്, ഒരു പൈസ അയാൾ പറ്റിച്ചിട്ടില്ല, തെളിവില്ല. അവസാനം പറഞ്ഞു ന്യായപ്രമാണത്തിലേ അവനെ പിടിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞതിന്റെ ആശയം മനസ്സിലായി? ഭക്തന്മാരെങ്ങനെയാ? ഭക്തന്മാർ ദൈവനാമ നിമിത്തം മറ്റൊരു അവസരം അപവാദിക്ക് പറയാൻ ഇട കൊടുക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുക. അതിനെയാണ് വിശ്വസ്തത എന്ന് വിളിക്കുന്നത്, ഫെയ്ത്ത്ഫുൾനെസ്. അതുകൊണ്ട് നമ്മളും വിശ്വസ്തരായിരിക്കണം. ഈ 3 പില്ലേഴ്സ് തകരാതെ നമ്മൾ സൂക്ഷിക്കണം. ഇത് നമ്മുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം,
നീതി മാത്രമേ ഭവനത്തിൽ ചെയ്യാവൂ. ഞാൻ ഒരു കാര്യം പറയാം, അന്യായമായതൊന്നും ഭവനത്തിലേക്ക് കൊണ്ടുവരരുത്. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും പാപമാണ്. ഒരു മനുഷ്യനെയും പറ്റിച്ച് ഒന്നും അങ്ങോട്ട് കൊണ്ടുവരരുത്. അത് വിഗ്രഹമാണ്. നിന്റെ കുടുംബത്തെ അത് നശിപ്പിക്കും. അന്യായമായി പണം സമ്പാദിക്കുന്നവൻ അത് തീത്തിരിപ്പറ്റി മുട്ടയിട്ട പോലെ അത് സമയത്ത് പറന്നു പോകും. നീ അത് അനുഭവിക്കാൻ പോകുന്നില്ല. ദൈവം അത് ഉറപ്പ് വരുത്തും നിനക്ക് കിട്ടില്ല എന്ന്. നിന്റെ പണം കൊണ്ടൊന്നും നിനക്ക് രക്ഷയുണ്ടാവില്ല. ഒരാൾ വഴി കിടന്ന് മരിച്ചാൽ അവന്റെ പണം കൊണ്ട് എന്താ കാര്യം? അവിടെ അവനെ സഹായിക്കാൻ ഒരാൾ വരണ്ടേ? അതിനാര് വേണം? അതിന് ദൈവം വേണം. നമ്മുടെ പണം കൊണ്ടൊന്നും അവിടെ നടക്കുകയില്ല. നീ അന്യായമായിട്ടുണ്ടാക്കുന്ന പണമൊക്കെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതാ. അതൊന്നും ഭവനത്തിലേക്ക് കയറ്റരുത്. വിശുദ്ധി നിന്റെ ഭവനത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അശുദ്ധമായത് വീട്ടിലുണ്ടാകരുത്. നീ വിശ്വസ്തനായിരിക്കണം നിന്റെ ഭാര്യയോടും നിന്റെ മക്കളോടും. തിരിച്ചും സഭയിലും അങ്ങനെ തന്നെയായിരിക്കണം. അതിനാദ്യമേ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ കൃത്യമായ വിശ്വസ്തത ഉണ്ടായിരിക്കണം, വിശുദ്ധി ഉണ്ടായിരിക്കണം, നീതി ഉണ്ടായിരിക്കണം. ആരെയും മറച്ചു വെക്കേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ പേപ്പർ എടുത്ത് എപ്പോൾ നോക്കിയാലും എന്ത് റെക്കോർഡ് എടുത്ത് നോക്കിയാലും പേടിക്കേണ്ട ആവശ്യം ഉണ്ടാകരുത് നമ്മളിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഞാൻ ക്ലീനാണ്. പേടിയുണ്ടോ എൻ്റെ മൊബൈലൊക്കെ എടുത്ത് നോക്കാൻ? എങ്കിൽ there is something wrong. നീ എവിടെയോ പിഴച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരിക്കലും ഭക്തനായിരിക്കുകയല്ല. നീ ആരംഭിച്ച പ്രസ്ഥാനം നിലനിൽക്കാനും പോണില്ല. നിങ്ങൾക്കറിയാം, ഇവിടെ പണ്ട് ഈ എന്നിട്ടാണ് KP യോഹന്നാൻ മിനിസ്ട്രീസ് എന്ത് മോശപ്പേരുണ്ടാക്കിയത്. കാര്യം ടാക്സ് വെട്ടിപ്പിന്റെ കേസിൽ പിടിച്ചു. പുള്ളി മരിച്ചുപോയല്ലോ. പുള്ളി മരിച്ചുപോയി. പുള്ളി ഇപ്പോൾ ഇവിടുന്ന് കടന്നു പോയല്ലോ. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് അത്രമാത്രം മോശമായി പോയി. പിന്നീട് ഇത് ഒരു സ്ഥലത്തൊന്നുമല്ല, പല സ്ഥലങ്ങളിൽ സാമ്പത്തിക തട്ടിപ്പിനാൽ പിടിക്കപ്പെടുന്നുണ്ട്. അമേരിക്കയിലൊക്കെ അത് നിത്യ സംഭവങ്ങളാ. പാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമുകളൊക്കെ പൈസ പറ്റിച്ച് വലിയ മിനിസ്ട്രി ഒക്കെയാ, മെഗാ ചർച്ചുകളാ, പക്ഷെ എല്ലാം തട്ടിപ്പാ. എന്താ വിഷയം എന്നറിയോ? തുടക്കം ദൈവമേ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലാണ് തുടങ്ങുന്നേ. കുറച്ച് കഴിയുമ്പോൾ ഇവന്മാരുടെ സ്വഭാവമൊക്കെ മാറി. വിശുദ്ധിയില്ല, നീതിയില്ല, വിശ്വസ്തതയില്ല. കുറെ കഴിയുമ്പോൾ കർത്താവ് പിടിച്ച് താഴെ ഇടും. അപ്പോഴാ ലോകം അറിയാ ഇവന്മാരുടെ പണി എന്തായിരുന്നെന്ന്. ഞാൻ പറയാം, ഭക്തൻ നിലനിൽക്കണമെങ്കിൽ ഈ തൂണുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അവസാനമായി മറ്റ് 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങളിൽ ഒന്ന് ഞാൻ ഓൾറെഡി കവർ ചെയ്തു. ജീവിതത്തിൽ സാക്ഷ്യം ഉണ്ടാകണം. അതായത് നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും ഒരേ കാര്യം ആയിരിക്കണം. നമ്മുടെ കർത്താവിനെ കുറിച്ച് 2 വട്ടം ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാ, അവൻ പ്രവർത്തിച്ചും ചെയ്തും പറഞ്ഞും ഉപദേശിച്ചും. ഈ 2 പദങ്ങൾ. കർത്താവ് ചെയ്തിട്ടാണ് ഉപദേശിക്കുക, അവൻ പ്രവർത്തിച്ചിട്ടാണ് പറയുക. അത് കർത്താവിന്റെ സ്വഭാവമാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. ഞാൻ വലിയ പ്രാസംഗികനാണെന്ന് പറഞ്ഞ് പൊങ്ങച്ചം പറഞ്ഞു നടക്കുകയും വ്യക്തി ജീവിതത്തിലേക്കോ കുടുംബ ജീവിതത്തിലേക്കോ വരുമ്പോ ഫ്ലോപ്പായിട്ട് ജീവിക്കുന്നതിൽ അർത്ഥം ഇല്ല. അവൻ ഭക്തനല്ല, അവൻ കപട ഭക്തനാ. അതിനൊരു കാര്യവുമില്ല. കപടഭക്തിക്കാർ ദൈവസന്നിധിയിൽ വിളങ്ങുകയില്ല. അതുകൊണ്ട് പ്രസംഗിക്കുന്നതിന് മുമ്പേ, അതാ ഞാൻ പറയുന്നത്, തുടക്കം എവിടെയായിരിക്കണം? വ്യക്തി ജീവിതത്തിൽ. അവിടെ നിന്ന് അത് കുടുംബത്തിലേക്ക്, സഭയിലേക്ക്, എന്നിട്ട് വന്ന് നിന്ന് നെഞ്ചുറപ്പിച്ച് പ്രസംഗിക്കുക. അപ്പോൾ ഫലമുണ്ടാകും. ഞാൻ ഈ പഠിപ്പിക്കുന്ന വിഷയം നിങ്ങൾ പഠിപ്പിക്കണം സഭകളിൽ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ തലമുറയെ രക്ഷിക്കാൻ വേറെ വഴിയൊന്നുമില്ല നമുക്ക്. ദൈവവചനത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ നമ്മെ തന്നെ ഫിക്സ് ചെയ്യണം. ജീവിത സാക്ഷ്യം വേണം. രണ്ടാമത് വചന സാക്ഷ്യം വേണം. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുകയുണ്ടായി, എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയുന്നത് വരെ ഞാൻ എത്ര ഞരങ്ങുന്നു. താൻ മരിച്ചു പോകണ കാര്യത്തെക്കുറിച്ചായി പറയുന്നേ. അതായിരുന്നു തൻ്റെ ആഗ്രഹം. മറ്റൊരു സ്ഥലത്ത് താൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത മറ്റൊരു ആഹാരം എനിക്ക് കഴിപ്പാനുണ്ട്. മറ്റൊരിടത്ത് താൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് അത്ര എൻ്റെ ആഹാരം. ദൈവവചനം, കർത്താവ് തന്ന ദൂത് അഥവാ പിതാവ് തന്ന ദൂത് മറച്ചു വെക്കാതെ തൻ്റെ ശിഷ്യന്മാർക്ക് പൂർണ്ണമായിട്ട് വിളംബരം ചെയ്തവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതിൻ്റെ മധ്യേ താൻ ചിലപ്പോഴൊക്കെ മണിക്കൂറുകളോളം നടന്നിട്ടുണ്ട്. ശമരിയ സ്ത്രീയെ കാണാൻ പോയത്, നടന്ന് ക്ഷീണിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവൾ അവിടെ വന്നു കൃത്യസമയത്ത്.
നിങ്ങൾ ആ ടൈമിംഗ് ഒക്കെ ഒന്ന് നോക്കണം. കർത്താവ് അവളോട് സുവിശേഷം പറഞ്ഞു. ആ ശാമര്യര് മുഴുവൻ വിശ്വസിക്കുവാൻ ഇടയായി. കർത്താവ് അങ്ങനെ ചെയ്തവനാ. നമ്മൾ വചനവുമായി പുറത്തേക്ക് പോണം. നമുക്ക് വന്നിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു തരാം, നിങ്ങളത് പിന്നീട് ചിന്തിച്ചാൽ മതി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി എൻ്റെ സാക്ഷികൾ ആകണം. ഇപ്പൊ നമ്മൾ എങ്ങനെ പറയണെന്നറിയോ? ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇവിടെ വരണം. എവിടെ? സഭയിലേക്ക് വരണം. സ്നാനപ്പെടുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടു എന്ന് സഭയിൽ വന്ന് സാക്ഷ്യം പറയണം. സ്നാനപ്പെടണമെങ്കിൽ ഇവിടുത്തെ വേദോപദേശം പഠിക്കണം. ഞങ്ങൾ വേദോപദേശം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിലത്തെ കാര്യമാണ് കേട്ടോ. അതുപോലെ ഇവിടെ പഠിപ്പിക്കണം. എല്ലാം ബോധ്യം വന്നിട്ട്, എല്ലാവർക്കും ബോധ്യം വന്നിട്ട് സ്നാനം ഏൽപ്പിക്കണം. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് വിടുകയാണത്. ഇത് എവിടെന്നാ കിട്ടിയേ? ബൈബിളിൽ അങ്ങനെ ഒരു രീതി ഉണ്ടോ? അതോ വിശ്വസിക്കുന്നവരെ സ്നാനം ഏൽപ്പിക്കുകയായിരുന്നു അവർ ചെയ്തത്? ഉത്തരം നിങ്ങൾക്കറിയാം. ഈ രീതിയൊന്നും ബൈബിളിലില്ല. അപ്പൊ ഒരു ചോദ്യമാണ്, സഹോദര അവർ നിൽക്കുമോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? വചനം സംസാരിക്കുന്നവനറിയാം അവന്റെ രക്ഷ എന്താണെന്നുള്ളത്. ഇന്നത്തെ പ്രശ്നം എന്താ അറിയോ? സ്നാനപ്പെടുത്തുന്ന ആൾ പലപ്പോഴും ഈ വ്യക്തിയെ കണ്ടിട്ട് പോലും കാണുകയില്ല. വേറെ ആരെങ്കിലും വിളിച്ചു കൊണ്ടുവന്ന ഒരു സ്നാനം അങ്ങ് നടത്തുകയാണ്. ഞാൻ പറയട്ടെ, പ്രിയ സഹോദരൻ പ്രവർത്തനത്തിന് പോകുമ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ രക്ഷ അവൻ വാസ്തവമായി വിശ്വസിച്ചുകൊണ്ടാണോ ചെയ്യുന്നതെന്ന് സഹോദരന് മനസ്സിലാവില്ലേ? അതെങ്ങനെ മനസ്സിലാവാ? ഏറ്റുചൊല്ലിക്കലൊന്നും ബൈബിളിൽ ഇല്ല. എന്താ അവൻ ചെയ്യാ? ഞാൻ എന്തു ചെയ്യണം? അത് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവന് ആവശ്യമുണ്ട്. ഇപ്പൊ എന്താ പ്രശ്നം? ഡീഫോൾട്ടാണ്. എല്ലാവരും ഇതൊന്ന് ചൊല്ലിയേ. എന്താ പ്രശ്നം? ചൊല്ലാം. എല്ലാ പ്രാർത്ഥനയും ചൊല്ലണം, കൂട്ടത്തിൽ ഒരു ചൊല്ലലും കൂടെ. അങ്ങനെയല്ല അത്. അങ്ങനെ ആവശ്യബോധമുണ്ടായിട്ട് ഒരുത്തൻ പറഞ്ഞാൽ അവനെ അപ്പോൾ തന്നെ സ്നാനപ്പെടുത്തുന്നതിന് എന്താ തടസ്സം? നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവർക്ക് വെള്ളം വിളക്കുവാൻ ആർക്ക് കഴിയും? ഇതായിരുന്നു ബിബ്ലിക്കൽ പാറ്റേൺ. നമ്മളത് മാറ്റി. സഭയിൽ വരണം, ഇവിടെ ഇരിക്കണം, കുറെ കാലം കഴിഞ്ഞ്. ഞാൻ പറയുന്നതിന്റെ ഒരു വിക്ടിമാണ് ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ സ്നാനപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കൊരട്ടി സഭ എന്നെ 10 മാസം പിടിച്ചു വെച്ചു. ഈ 10 മാസം കൊണ്ട് ഞാൻ ഒരു പിന്മാറ്റത്തിലേക്കും പോയി. രക്ഷിക്കപ്പെട്ടവനാ ഞാൻ, പക്ഷേ എനിക്കൊന്നും ചെയ്യാനില്ല. അവിടെ കൂത്തുകാഴ്ച പോലെ ഞാൻ അവിടെ വന്നിരിക്കുകയാണ്. ദീപസ്തംഭം, മഹാശ്ചര്യം, ഇത് തന്നെ നമ്മുടെ പരിപാടി. എല്ലാ ആഴ്ചയും വരുന്നു, അവിടെ ഇരിക്കുന്നു, ഇവര് ചടങ്ങുകൾ നടത്തുന്നു, ഞാൻ തിരിച്ചു പോകുന്നു. കുറെ കഴിഞ്ഞപ്പോ എനിക്ക് മടുത്തു. പക്ഷെ ആ 10 മാസത്തിനിടയിൽ എൻ്റെ പിന്മാറ്റം എന്നെ വളരെ തളർത്തി. ആദ്യ സ്നേഹം എന്നിൽ നിന്ന് അകന്നുപോയി. തക്ക സമയത്ത് എൻ്റെ ജ്യേഷ്ഠനെ ദൈവം അയച്ചു, തിരിച്ച് എന്നെ സഭയിലേക്ക് കൊണ്ടുപോയി. പിന്നെ സ്നാനപ്പെടുത്തി എന്നെ 10 മാസം കഴിഞ്ഞിട്ട്. അന്ന് സ്നാനപ്പെടേണ്ടതാ ഞാൻ, കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടത് ജനുവിനായിരുന്നു. അവരെനിക്ക് വെള്ളം വിലക്കി. ഞാനൊരു കാര്യം പറയാം, രക്ഷിക്കപ്പെടുന്നത് ജനുവിനാണെന്ന് ഉറപ്പുവരുത്തണം. വെള്ളം വിലക്കരുത്. ദൈവവചനമാണത്. രക്ഷിക്കപ്പെടുന്നവരെ ദൈവം സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയെ ചേർത്ത പിന്നെ നമ്മൾ ആരാ വിലക്കാൻ? നമുക്ക് എന്ത് അധികാരമുള്ളത്? നമ്മൾ അതിന് ആമേൻ പറയുകയാണ് വേണ്ടത്. അപ്പൊ നിക്കോ സഹോദര, കർത്താവ് നിർത്തേണ്ടതിനെയൊക്കെ നിർത്തിക്കോളും. ഞാൻ ചോദിക്കട്ടെ, അപ്പസ്തോലനായ പത്രോസ് ഒരുത്തനെ സ്നാനപ്പെടുത്തുന്നതിന് സാക്ഷിയായിരുന്നു. അദ്ദേഹം നിന്നോ? ശിമോൻ, ആ വിചാരകനായ ശിമോൻ. അപ്പസ്തോലനെ പത്രോസ് നമ്മളാരുമല്ല, ജ്ഞാനപരമുള്ളവരവര്, അവർക്കറിയാം ആത്മാക്കളെ. നിന്നോ? ഇല്ല. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പസ്തോലൻ പറഞ്ഞു, നീ അനീതിയുടെ കെണിയിൽ കിടക്കുക, നീ പ്രാർത്ഥിച്ചോ വേഗം. അത്രേ ഉള്ളൂ. ഒരാൾ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്നാനം കൊടുത്ത് അവൻ നിന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണോ അത് അവനാണോ? അവനാണ് ഉത്തരവാദിത്തം. അവനാണ് ദൈവസന്നിധി വാക്ക് പറഞ്ഞത് സ്നാനപ്പെടണമെന്ന്. ആരെയും പിടിച്ച് നിർബന്ധമായിട്ട് മുക്കരുത് കേട്ടോ. ചിലർ അത് ചെയ്യുന്നവരാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം, നമ്മളുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. പോകാനല്ല, ഇപ്പൊ ഇങ്ങോട്ട് വരണം എന്നാണ് പരിപാടി. ആദ്യമേ ചെയ്യേണ്ടത് പോകണം. പക്ഷെ അതിനു മുമ്പ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വന്ന് നമ്മൾ ചാർജ് ചെയ്യണം. ദൈവസഭ നമ്മുടെ ചാർജിങ് സെന്റർ ആണ്. നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. സാക്ഷികളാകേണ്ടത് പുറത്താണ്, അകത്തല്ല. ഇന്ന് വലിയ വലിയ സാക്ഷിയോഗ ആണ്ടർതിയിൽ വലിയ സാക്ഷ്യമാണ്. പറഞ്ഞു തന്നെയാണ് ഈ പറയുന്നത്, എന്നാലും ഭയങ്കര സാക്ഷ്യമാ. ഇതല്ല സാക്ഷ്യം, ഇതല്ല സാക്ഷ്യം. സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്ത കാര്യം ലോകത്തോട് പറയുന്നതാണ്.
ദൈവവചനം നിങ്ങൾ സാവകാശം പോലെ ഇരുന്ന് പഠിച്ചോ. ആകെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്ന 1-2 കേസസേ ഉള്ളൂ. അത് എപ്പോഴാണെന്ന് അറിയാമോ? പൗലോസ് മിഷണറി യാത്ര കഴിഞ്ഞപ്പോൾ ഒരു റിപ്പോർട്ട് ഹാജരാക്കുന്നുണ്ട്. അപ്പസ്തല പ്രവൃത്തി 15-ാം അധ്യായം. അതിന്റെ ആവശ്യമുണ്ട്. പോയപ്പോ എന്തൊക്കെയാ കർത്താവ് ചെയ്തത് അതൊന്ന് പറയാൻ. അങ്ങനെയാ സാക്ഷ്യം. അല്ലാണ്ട് ഇന്ന് സാക്ഷ്യത്തിന് വേണ്ടി ഒരു യോഗമാണ്, എല്ലാവരും അങ്ങ് സാക്ഷ്യം പറയുക. എനിക്ക് അറിഞ്ഞുകൂടെ എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന്. എനിവേ, ആർക്കും ദോഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് നടന്നോട്ടെ. ഞാൻ പറയുന്നത് സാക്ഷ്യം, ദൈവവചനം കാക്ഷിക്കുന്നത് ഈ സാക്ഷ്യമല്ല, വചനവുമായി നാം ലോകത്തിലേക്ക് പോണം. നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകണം. ഇന്ന് സഭയ്ക്കകത്ത് തൃപ്തിയാണ്. യോഗങ്ങളൊക്കെ നടത്തി ഹല്ലേലൂയ പറഞ്ഞ് പാട്ട് പാടിയാൽ ഹാപ്പി ഹാപ്പി ഹാപ്പി. ബട്ട് വി ഡോണ്ട് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ഔട്ട്സൈഡ്. അതിന് പോകുന്നവരും സമ്മതിക്കൂല. ഈ ദുരവസ്ഥയാണ് നമ്മൾ വളരാതിരിക്കുന്നതിന്റെ മെയിൻ കാരണം. വചനം പ്രസംഗിക്കണം എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും. എന്നിട്ട് പെന്തക്കോസ്തുകാരോട് അസൂയ. അതെന്താ? അവർക്ക് കൂടുതൽ ആളെ കിട്ടും. എന്റെ പ്രിയമുള്ളവരെ, പെന്തക്കോസ്തുകാർ പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് ആളെ കൂടുതൽ കിട്ടുന്നത്. ഞാൻ താമസിക്കുന്ന തെക്കും പാടത്ത് പെന്തക്കോസ്തുകാർ 3 കൂട്ടർ വന്നിട്ടുണ്ട്. ഒരു ബ്രദറൻകാരൻ ഇതുവരെ വന്നിട്ടില്ല. ചുറ്റും 4 സഭയുണ്ട്. എന്നിട്ട് പറയും പെന്തക്കോസ്തുകാര് അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിർത്ത്, നീ ആദ്യമേ പോയിട്ട് സാക്ഷ്യം പറയും, എന്നിട്ട് വർത്താനം പറയാം. ഞാൻ ഈ സഭയെ വെല്ലുവിളിക്കുകയാണ്. എന്താ വെല്ലുവിളി എന്നറിയോ? നിങ്ങൾ സുവിശേഷം എല്ലാവരും പറയണം. നമ്മൾ എത്രത്തോളം പറയുന്നുവോ അത്രത്തോളമേ ചാൻസ് ഉള്ളൂ. നിങ്ങളെല്ലാവരും മാത്തമാറ്റിക്സ് അറിയുന്നവരാണല്ലോ, അല്ലേ? കൂടുതൽ പേരോട് വചനം പറഞ്ഞാലേ കൂടുതൽ ഫലം കിട്ടുള്ളൂ. അതിനെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അല്ലേ? പ്രവർത്തിക്കാതിരുന്നിട്ട് സഭയ്ക്കകത്ത് കണ്ണടച്ച് സന്തോഷം സന്തോഷം സന്തോഷം. എൻ്റെ പ്രിയമുള്ളവർ, ഇത് നിർത്തണം. വചനത്തിന് സാക്ഷ്യം വഹിക്കണം. നമ്മുടെ കർത്താവ് അങ്ങനെയായിരുന്നു. കർത്താവ് രാപ്പകൽ അതിനു വേണ്ടി അധ്വാനിച്ചിരുന്നു. അവസാനം കർത്താവ് പിതാവിനോട് പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി തികച്ചിരിക്കുന്നു. 3.5 വർഷം കൊണ്ട് കർത്താവ് അത് ചെയ്തു തീർത്തു. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയായിരുന്നു. താൻ തന്റെ പ്രവൃത്തി അവസാനിപ്പിച്ചിട്ട് താൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്കിനി ഇവിടെ സ്ഥലം ഇല്ലായ്ക കൊണ്ട്. എനിക്കിവിടെ ഇനി സ്ഥലം ഇല്ലായ്ക കൊണ്ട്. എവിടെ സ്ഥലമില്ല? യൂറോപ്പില്. ഏഷ്യ മൈനറും യൂറോപ്പും മുഴുവൻ കവർ ചെയ്ത് കഴിഞ്ഞു അപ്പോസ്തലൻ. അത്ഭുതം തോന്നും, അല്ലേ? എന്താ അതിന്റെ അർത്ഥം? ആസൂത്രിതമായി ഭയങ്കര ശക്തമായി പ്രവർത്തിക്കുക. സഭകളെ അതിനു വേണ്ടി ട്രെയിൻ ചെയ്തിരുന്നു. തെസ്സലോനിക്കരോട് എഴുതുമ്പോൾ പറയും, നിങ്ങളുടെ ഇടയിൽ നിന്ന് വചനം മുഴങ്ങിച്ചെന്നത് അഖായ വരെ, മക്കദോന്യ മാത്രമല്ല അഖായ വരെ ചെന്നിട്ടുണ്ട്. അതായിരുന്നു തന്റെ പാറ്റേൺ. അവിടെ മടിയന്മാരില്ല. എല്ലാവരും പ്രവർത്തിക്കുക, എല്ലാവരും സുവിശേഷം പറയുക. ഇതായിരിക്കണം വചനത്തിന്റെ സാക്ഷ്യം. 2 കാര്യങ്ങളും കൂടെ പറയാം. കർത്താവിന്റെ ദിവ്യ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാ. നമ്മൾ സഹിഷ്ണുതയുള്ളവർ ആയിരിക്കണം. വചനവുമായിട്ട് കടന്നു പോകുമ്പോൾ കഷ്ടത ഉണ്ടാവും. പക്ഷേ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടത ഉണ്ടാകും വചനവുമായിട്ട് പോകുമ്പോൾ. ഇപ്പൊ നമ്മൾ നല്ല സുഖസുന്ദരമാ ഈ പാട്ടൊക്കെ പാടിങ്ങനെ ഇരിക്കും, ആരും ബുദ്ധിമുട്ടിക്കാനില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പൊളിച്ചു കളയാനുള്ള ആളുകൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുക. ബംഗാളിലെ ഇലക്ഷൻ കഴിഞ്ഞ ദിവസം 2 വീടുകളിൽ കയറി അവർ ആക്രമിച്ചിട്ടുണ്ട്. 2 ചർച്ചസ്. നിങ്ങൾ ഈ പെർസിക്യൂഷൻ റിലീഫ് എന്ന് പറഞ്ഞ ന്യൂസ് ലെറ്റർ വരുത്തുന്നുണ്ടെങ്കിൽ അതിൽ കാണാം. ഇലക്ഷൻ കഴിഞ്ഞ് 3 ദിവസമായിട്ടുള്ളൂ, അപ്പോഴേക്കും അവരവിടെ പള്ളി പൊളിക്കാൻ തുടങ്ങി. പറഞ്ഞ മനസ്സിലായല്ലോ. FCRA എന്ന് പറഞ്ഞ റൂൾ എന്താണെന്നറിയാമോ? ആ ലെറ്റർ ഫോറിൻ കറൻസി റിസർവ് ആക്ട്. ഫോറിൻ കറൻസി റിസർവ് അല്ല, ഫോറിൻ കറൻസി ആറെന്നുള്ള വാക്കിനത് മറന്നുപോയി. ആ ആക്ട് എന്താണെങ്കിലും പുറത്തുനിന്ന് പൈസ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളെ റെയ്ഡ് ചെയ്യാൻ റെഗുലേഷൻ ആക്ട്. കറക്റ്റ്, താങ്ക് യു. ഇത് കണ്ടുപിടിക്കുന്നത് വേറെ ഒന്നിനല്ല, ഇവർക്ക് ഇതൊന്നും കണ്ടുപിടിക്കാനല്ല. എന്തെങ്കിലും കാരണം പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് സെർച്ച് ചെയ്യും. ഇവർ കുറ്റവാളികളാ, അടച്ചുപൂട്ടണം. ഇതാണ് ഐഡിയ. FCRA നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാനുള്ളതല്ല, എങ്ങനെ അടച്ചുപൂട്ടാന്നുള്ളതിനുള്ള ടൂളാണത്. അങ്ങനെ അവർ ചെയ്തു. മഹാരാഷ്ട്രയിൽ ചെയ്തു. ഒരു സ്കൂള് പോയി റെയ്ഡ് ചെയ്തു. സാധാരണ ഓഡിറ്റ് ചെയ്താൽ, ഓഡിറ്ററാണ് ഞാനായിരുന്നത്, ISO ഓഡിറ്ററാണ് ഞാനായിരുന്നത്. ഓഡിറ്റ് ചെയ്താൽ ഓഡിറ്റർ ചെയ്യേണ്ട ഒരു കാര്യം, എന്തൊക്കെ ഫൈൻഡിങ് ഉണ്ടെങ്കിൽ ഞാനും ഓഡിറ്റ് ചെയ്തവരുമായിട്ട് ഇരുന്ന്
ഓഡിറ്റീസ് എന്ന് പറയാം, അവരുമായിട്ട് ഇരുന്നിട്ട് എഗ്രി ചെയ്യണം ഫസ്റ്റ്, എന്നിട്ട് സൈൻ ചെയ്യണം, എന്നിട്ട് ഒരു സൊല്യൂഷൻ കൊടുക്കണം. എത്ര ദിവസം കൊണ്ട് ഇത് ഫിക്സ് ചെയ്യും? അതൊന്നും നടക്കുന്നില്ല അവിടെ. ഇവർ കണ്ടുപിടിച്ചു, ഒന്നും കണ്ടുപിടിച്ചില്ല, ഇവരങ്ങ് എഴുതിണ്ടാക്കുക, ഒന്നും സൈൻ ചെയ്തില്ല, കേസ് കൊടുത്തു. ഇവർ പ്രശ്നമാണ്, അടച്ചുപൂട്ടണം. ഭാഗ്യത്തിന് പോലീസ് അത് സമ്മതിച്ചില്ല. പറഞ്ഞു മനസ്സിലായോ? എവിടേക്കാ പോണേന്ന് മനസ്സിലായോ? നമ്മൾ വിചാരിക്കും ഈ കഷ്ടത ഒന്നും ഇനി ഉണ്ടാവില്ല എന്നാണോ? കഷ്ടത വരുന്നേ ഉള്ളൂ. കഷ്ടത ഉണ്ടാവും, പക്ഷേ കഷ്ടതയുടെ മധ്യേ നമ്മൾ സഹിഷ്ണുതയുള്ളവരായിട്ട് ഇരിക്കണം. ഈ സഹിഷ്ണുതയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമുക്ക് പഴയ കാലത്തൊക്കെ പരിചയമുള്ള ഒരു വാക്കാ. അതായത് കൊല്ലന്റെ ആലയില് ലോഹം പണ്ട് കാലത്ത് വെക്കും, ഇങ്ങനെ പണ്ട്, ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഊതാനായിട്ട് ആലയിലൊരു സംഭവമൊക്കെ ഉണ്ട്. അത് ഊതി കത്തി 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 ഇത് നല്ല പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരടിച്ച് അതിനെ രൂപപ്പെടുത്തിയെടുക്കും. അതാണ് അതിന്റെ രീതി. ഈ കൊല്ലന്റെ ആലയിലിരിക്കുന്ന ലോഹത്തിന് എത്ര പഴുപ്പിച്ചാലും അതിനെ എഴുന്നേറ്റ് ഓടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓടിയാനെ. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ ഓടാതെ ഇരിക്കുന്നതിനെയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. മനസ്സിലായോ? ചൂട് കിട്ടും, കിട്ടിക്കൊണ്ടേയിരിക്കും, പഴുപ്പും ഒക്കെ ഉണ്ടാവും, പക്ഷേ ഒന്നും മിണ്ടാണ്ട് ഇരിക്കുക. അത് നമ്മളിലുണ്ടായിരിക്കണം. കഷ്ടതയുണ്ടാകും. അവസാനമായി സൗമ്യത. ഈ സൗമ്യത എന്ന വിഷയവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഈ സൗമ്യത, വിനയം, താഴ്മ എന്നീ 3 പര്യായ പദങ്ങളുണ്ട്. അതിനെ ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് പലപ്പോഴും ഈ സൗമ്യത എന്താണ്, വിനയം എന്താണ്, താഴ്മ എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയില്ല. സൗമ്യത എന്ന് പറഞ്ഞ ജെന്റിൽനെസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. സൗമ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ ഏറ്റവും എളിമയും ശാന്തതയും ഉള്ളവനായി കാണിക്കുക എന്നുള്ളതാണ്, പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. അത് വെറും പ്രദർശനമല്ല, റിയലി. ഇപ്പൊ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ എൻ്റെ ടെമ്പറമെന്റ് ഒന്നും വിടാതെ സൂക്ഷിക്കുക, അതാണ് ഇവിടെ സൗമ്യത എന്ന് പറയുന്നത്. പക്ഷേ വിനയം എന്നുള്ള വാക്ക്, ഹ്യൂമിലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്നെ തന്നെ ഞാൻ ചെറിയവനാണ് എന്ന് എണ്ണുക. ഉദാഹരണം പറഞ്ഞ, എന്നെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്നു, സഹോദരൻ പറഞ്ഞു, സഹോദരൻ നീ ഇവിടെ ഇരിക്കണം. ഇനി എന്നോട് അങ്ങനെ പറഞ്ഞില്ലെന്ന് കരുതുക, ഞാൻ എവിടെയെങ്കിലും ഒരു സീറ്റുള്ളിടത്ത് പോയിരിക്കും. അതിന്റെ പേരിൽ എനിക്ക് ഒരു വിഷമവും ഉണ്ടാകരുത്. അതെന്താ? ഞാൻ വലിയവനാണെന്ന് എൻ്റെ കണ്ണിൽ എനിക്ക് തോന്നുന്നില്ല. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളുടെ പല പ്രശ്നങ്ങളുടെയും കാരണം ഇതാണ് കേട്ടോ. അതിന്റെ അർത്ഥം എന്താ? വിനയം ഇല്ല. നമ്മുടെ കർത്താവിനെ, ഒരു സമയം കടന്നുപോയെങ്കിലും ഞാൻ പറയാം, കർത്താവിനെ ഒരു സദ്യക്ക് ക്ഷണിച്ചു സൈമൺ എന്ന് പറയുന്ന ഒരു പരീശൻ. എന്നിട്ട് കർത്താവിനെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹം വെള്ളം കൊടുത്തില്ല. നിങ്ങൾ ആ വാക്യം മുഴുവൻ അറിയാലോ. വെള്ളം കൊടുത്തില്ല. സാമാന്യ മര്യാദയാണ് വീട്ടിൽ വരുന്ന അതിയുടെ കാല് കഴുകാൻ വെള്ളം കൊടുക്കണം അവരുടെ കൾച്ചറിൽ. ചുംബനം കൊടുത്തില്ല, അത് ചെയ്യണം. പക്ഷേ ഒരു സ്ത്രീ വന്ന് അവിടെ അത് ചെയ്തു. കർത്താവ് പറഞ്ഞു, നീ എനിക്കിതൊന്നും ചെയ്തില്ല, അവൾ ചെയ്തു, അതുകൊണ്ട് അവളുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? കർത്താവ് അവിടെ ശിമോനെ കുറ്റം പറഞ്ഞോ? ശിമോനോട് കോപിച്ചോ? ശിമോൻ ഇതൊന്നും ചെയ്യാതിരുന്നിട്ടും കർത്താവ് ഭക്ഷണത്തിന് ഇരുന്നു. ഞാനാണെങ്കിൽ ഇരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതൊക്കെ അപമര്യാദയെ കാണിച്ചത് എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് അപമാനിക്കുകയായിരുന്നു തത്വത്തിൽ ചെയ്തത്. എന്നിട്ട് കർത്താവ് ഒന്നും മിണ്ടിയില്ല, അവിടെ ഇരുന്നു. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ലജ്ജിക്കണം. നമ്മളൊക്കെ എത്ര സൗമ്യത ഇല്ലാത്തവരാണെന്നറിയാമോ? യാതൊരു വിനയവും ഇല്ല നമുക്ക്. വല്ലവനും ചിന്തിക്കാത്ത കാര്യം പോലും നമ്മൾ ചിന്തിച്ച്, അവൻ അങ്ങനെ പറഞ്ഞു, അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാനൊന്നുമല്ല. ഞാൻ വിനയമുള്ളവനായിരിക്കണം. എന്താ വിനയം? ഞാൻ ഏറ്റവും ചെറിയവനാണ്. രണ്ടാമത് ലോലിനെസ്, താഴ്മ. എന്താ താഴ്മ? ഞാൻ അപ്രധാനമാണ്, ഞാനില്ലേലും കാര്യങ്ങളൊക്കെ നടന്നുകൊള്ളും. കർത്താവ് അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു കൂട്ടം മുക്കുവന്മാരുടെ കയ്യിൽ ഈ സഭ എന്നുള്ള സവിധത്തെ ഏൽപ്പിച്ചിട്ട് ആരെങ്കിലും പോകുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. 2000 വർഷമായി ഇപ്പോഴും പൊട്ടിയിട്ടില്ല, നിൽക്കുക സഭ. പറഞ്ഞ മനസ്സിലായോ? കർത്താവ് വിശ്വസ്തനായിരുന്നു. അക്കാര്യത്തിൽ തനിക്ക് യാതൊരു പ്രയാസമില്ല. ഒരു കാര്യം മാത്രം താൻ ചെയ്തു. എന്താണ്? പിതാവേ, ഭൂമിയിൽ ഞാനായിരുന്നപ്പോൾ നിന്റെ നാമത്തിൽ ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു.
ഇപ്പോൾ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, നീ അവരെ സൂക്ഷിച്ചു കൊള്ളണം. ഞാനില്ലേലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അപ്രധാനമാണ്. മനസ്സിലായോ? എത്ര പേര് നമ്മൾ അത് പറയും, ഞാൻ അപ്രധാനമാണെന്ന്? ഞാനില്ലാതെ കാര്യമൊന്നും നടക്കുകയല്ല. ഈ രണ്ടും ഉണ്ടെങ്കിലേ സൗമ്യത ഉണ്ടാവൂ. ഒന്നാമത് ഞാൻ ചെറിയവനാണെന്ന് എണ്ണണം, രണ്ട് ഞാൻ അപ്രധാനമാണെന്ന് എണ്ണണം. ഇത് രണ്ടും ഞാൻ എണ്ണിക്കഴിയുമ്പോൾ തന്നെ എന്നിൽ വരും എന്ത്? സൗമ്യത. ഞാനത് അവിടം കൊണ്ട് വിടുകയാണ്. നമ്മൾ വാസ്തവത്തിൽ സൗമ്യരാണോ? ദൈവപുത്രൻ, സകലത്തിനും അധിപൻ ഭൂമിയിൽ വന്നപ്പോൾ അവൻ സൗമ്യനായിരുന്നു. അവന്റെ അടുക്കൽ കുഞ്ഞുങ്ങൾക്ക് പോലും ചെല്ലുന്നതിന് ഒരു ശല്യമില്ല. കർത്താവിന്റെ അടുക്കൽ കുഞ്ഞുങ്ങൾ ഓടിച്ചെല്ലാൻ, കർത്താവ് ഗൗരവമുള്ള ഇത്രയും വലിയ ഗുരുവൊക്കെയാണ് അല്ലേ, ഒരു പ്രശ്നമില്ല. കർത്താവിന്റെ അടുക്കൽ ശിശുക്കൾ വരുന്നതിന് തടസ്സം പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞെന്താ? അവർ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവേൻ, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. കർത്താവ് അത്രയും സൗമ്യനായിരുന്നു, അവൻ താഴ്മയുള്ളവനായിരുന്നു. അതുകൊണ്ട് അവന്റെ മുഖം ഏറ്റുകൊണ്ട് നമ്മൾ പഠിക്കണം. ഞാൻ പറയാം, ഇന്ന് ദൈവസഭയിലുള്ള 100% പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണം സ്നേഹമില്ല, സൗമ്യതയും ഇല്ല. ഞാൻ ആരോ ആണ് എന്താ തോന്നല, എന്റെ കർത്താവിന് അതില്ല, പിന്നെ എനിക്കെങ്ങനെ? ഞാൻ ആരെയാ സേവിക്കുന്നേ? പിശാചിനെയാണോ കർത്താവിനെയാണോ? ഇതാ ചോദ്യം. ഞാൻ കാണിക്കുന്ന ആരുടെ സ്വഭാവ? ആ ചിന്ത ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുക. സമയം 8 മണിയായി. അരമണിക്കൂർ കൂടുതൽ എടുത്തു, എന്നോട് ക്ഷമിക്കണം. വലിയ സബ്ജക്റ്റാണ്. ഞാൻ പറഞ്ഞതുപോലെ 1/6 പോലും എന്നെ കൊണ്ട് ശരിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വചനങ്ങൾ ധാരാളം വായിക്കേണ്ടത് വായിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞാനൊരു സീഡ്, ഒരു വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടിട്ടുണ്ട്. എന്താണ് വിത്ത്? ദൈവഭക്തനായി ജീവിക്കണം. ഇത്രയും കാലം ലക്ഷ്യബോധം നമുക്ക് ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ, എന്തിനു വേണ്ടി എന്നെ വിളിച്ചത്? എന്താ ഇറ്റേണൽ പർപ്പസ്? നിത്യമായ പദ്ധതികൾ എന്താ? ഞാൻ അതിനു വേണ്ടി എന്താ ചെയ്യണ്ടേ? എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെയൊന്ന് മാറ്റണ്ടേ? ഹൗ ക്യാൻ ഐ മേക്ക് എ മീനിങ് ഫുൾ ലൈഫ്, ക്രിസ്ത്യൻ ലൈഫ്? കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ എന്ത് ചലഞ്ചാണ് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുക? ഇങ്ങനെയുള്ള ചില വിത്തുകൾ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ദൈവാത്മാവ് അതിന്മേൽ പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ക്രമപ്പെടുത്തേണ്ടതൊക്കെ ഒന്ന് ക്രമപ്പെടുത്തുക. ദൈവത്തോടുള്ള നമ്മുടെ മനസാക്ഷി, നമ്മുടെ വചനധ്യാനം, പ്രാർത്ഥന, വിശ്വാസം, പ്രത്യാശ. നമ്മൾ സേവനത്തിന്റെ കാര്യത്തിൽ ദൈവസ്നേഹത്തിൽ ഊന്നി ഔദാര്യം കാണിച്ച് സേവനം ചെയ്യണം. 3, നിലനിൽക്കുന്ന ദൈവഭക്തി, നമ്മുടെ വിശുദ്ധി, നീതി, വിശ്വസ്തത. അവസാനം നമ്മൾ കർത്താവിന്റെ സാക്ഷികളായിരിക്കണം. ജീവിതത്തിൽ സാക്ഷ്യമുണ്ടായിരിക്കണം. വചനത്തിന് നാം സാക്ഷ്യം വഹിക്കണം. സഹിഷ്ണുതയുള്ളവരായിരിക്കണം, സൗമ്യതയും ഉള്ളവരായിരിക്കണം. അതുകൂടാതെ സാക്ഷ്യം വഹിക്കാൻ പറ്റില്ല, അല്ലേ സഹോദര? ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന വാക്കുകൾ നല്ല വാക്കുകളാണ്. സൗമ്യത ഇല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചു പോകും. പാടില്ല. സാക്ഷ്യം വഹിക്കണമെങ്കിൽ സൗമ്യതയും വേണം, സഹിഷ്ണുതയും വേണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിന്റെ ക്യാരക്ടർ നമ്മളിലേക്ക് ആവഹിക്കുവാൻ, നമ്മുടെ കുറവുകളെ മാറ്റി അവൻ നമ്മിലൂടെ വെളിപ്പെടുവാൻ, അങ്ങനെ നമ്മൾ കർത്താവിന്റെ പത്രങ്ങളായി, സുവിശേഷങ്ങളായി ലോകത്തിന്റെ മുമ്പിൽ കാണപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ദൈവസഭയോടുള്ള നന്ദി ഒരിക്കൽ കൂടെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.